ഇന്ന് ഇന്ത്യയുടെ കാലാവസ്ഥയാണ്. ഓക്കെ, ആയിക്കോട്ടെ. ആ ഓക്കെ. ഋതുഭേദങ്ങൾക്കനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അറിയാലോ, കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണം അന്തരീക്ഷ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ഇനി പ്രധാന അന്തരീക്ഷ ഘടകങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്ന്, താപനില. ഓക്കെ, താപനില, മർദ്ദം, കാറ്റിന്റെ വേഗത, അതേപോലെ തന്നെ ദിശ. പിന്നെ ആർദ്രത, വർഷപാതം, ഇതെല്ലാമാണ് അന്തരീക്ഷ ഘടകങ്ങൾ. ഓക്കെ, അപ്പോ ഋതുഭേദങ്ങൾക്ക് അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. കാലാവസ്ഥ മാറ്റങ്ങൾക്ക് കാരണം അന്തരീക്ഷ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അപ്പൊ ഈ ഘടകങ്ങളാണ് താപനില, മർദ്ദം, കാറ്റിന്റെ വേഗത, ദിശ, അതേപോലെ തന്നെ ആർദ്രത, വർഷപാതം. ഓക്കെ, ഇനി എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ വെതർ? ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അല്ലെങ്കിൽ നിശ്ചിത സമയത്തെ അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ദിന അന്തരീക്ഷ സ്ഥിതി. ഓക്കെ, ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അല്ലെങ്കിൽ നിശ്ചിത സമയത്തെ അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ദിന അന്തരീക്ഷ സ്ഥിതി. ഇനി എന്താണ് കാലാവസ്ഥ? കാലാവസ്ഥ എന്ന് വെച്ചാൽ ദീർഘകാലത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. ഓക്കെ, ദിനാന്തരീക്ഷ സ്ഥിതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ദിനാന്തരീക്ഷ സ്ഥിതി. എന്നാൽ ഒരു ദീർഘകാലത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയെ കുറിച്ച് ഉള്ള ശരാശരിയാണ് കാലാവസ്ഥ. ഓക്കെ, അതാണ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം. ഇനി ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒരു ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ ഉള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ കാലാവസ്ഥ മാറ്റം ദീർഘകാലം കൊണ്ട് സംഭവിക്കുന്നതാണ്. പലപ്പോഴും 50-ലധികം വർഷങ്ങൾ കൊണ്ട് മാത്രമേ ഇത് തിരിച്ചറിയാൻ സാധിക്കാറുള്ളൂ. ഓക്കെ, അപ്പൊ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസമാണ്. ദിനാന്തരീക്ഷ സ്ഥിതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ഉണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങളെയാണ് നമ്മൾ എന്താ പറയുക, ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുക. എന്നാൽ കാലാവസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദീർഘകാലം കൊണ്ട് സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും 50-ലധികം വർഷങ്ങൾ കൊണ്ട് മാത്രമേ ഇത് തിരിച്ചറിയാൻ സാധിക്കാറുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ മൺസൂൺ എന്ന ആ ഒരു പദം ഏത് വാക്കിൽ നിന്നാണ്, ഏത് അറബി വാക്കിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഇനി മൗസം എന്ന പദത്തിന് അർത്ഥം എന്താണ്? മൗസം, ഋതുക്കൾ. അതെ, മൗസം എന്ന് വെച്ചാല് ഋതുക്കളാണ്. കാലങ്ങൾക്കനുസരിച്ചുള്ള കാറ്റിന്റെ ഗതിമാറ്റവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥയാണ് മൺസൂൺ. ഓക്കെ, കാലങ്ങൾക്കനുസരിച്ചുള്ള കാറ്റിന്റെ ഗതിമാറ്റവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥയാണ് മൺസൂൺ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന മൺസൂൺ അറിയപ്പെടുന്നത് എന്താണ്? അതെ, ഉഷ്ണ മൺസൂൺ കാലാവസ്ഥയാണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന മൺസൂൺ പൊതുവെ ഉഷ്ണ മൺസൂൺ കാലാവസ്ഥയാണ്. ഉഷ്ണ മൺസൂൺ കാലാവസ്ഥ. ഇന്ത്യയെ കൂടാതെ ഉഷ്ണ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യൻ പ്രദേശങ്ങളിലാണ്. ഓക്കെ, ഇന്ത്യയെ കൂടാതെ ഈ ഉഷ്ണ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന എവിടെയെന്ന് ചോദിച്ചാൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ പ്രദേശങ്ങളിലാണ് ഈ ഉഷ്ണ മൺസൂൺ കാലാവസ്ഥ ഇന്ത്യയെ കൂടാതെ അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇൻട്രോയാണ്. ഇനി മൺസൂൺ കാലാവസ്ഥയിലെ ഏകത്വവും വൈവിധ്യവും. മൺസൂൺ കാലാവസ്ഥ, ഇത് വായിച്ചു പോകാലോ അല്ലെ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, മൺസൂൺ കാലാവസ്ഥ ക്രമം ഇന്ത്യയും മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ പ്രദേശങ്ങളുമായുള്ള ഐക്യം ഉറപ്പിക്കുന്നു. ഇന്ത്യയിൽ പൊതുവെ അനുഭവപ്പെടുന്നത് മൺസൂൺ കാലാവസ്ഥയാണെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, കാറ്റിന്റെ ക്രമം, താപനില, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാറ്റിന്റെ ക്രമം, താപനില, വർഷണം, ഋതുഭേദങ്ങൾ, ഈർപ്പത്തിന്റെയും വരൾച്ചയുടെയും തോത് എന്നിവയിലെല്ലാം വ്യത്യാസങ്ങൾ പ്രകടമാണ്. ഓക്കെ, ഇന്ത്യയിൽ പൊതുവെ അനുഭവപ്പെടുന്നത് മൺസൂൺ കാലാവസ്ഥയാണെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതെന്താണ്? കാറ്റിന്റെ ക്രമം, അതേപോലെ തന്നെ താപനില, വർഷണം, ഋതുഭേദങ്ങൾ, ഈർപ്പത്തിന്റെയും വരൾച്ചയുടെയും തോത് എന്നിവയെല്ലാം ഈ വ്യത്യാസങ്ങൾ പ്രകടമാണ്. ഇനി വേനൽക്കാലത്ത് പടിഞ്ഞാറൻ രാജസ്ഥാനിലെ താപനില ഉയരുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് വരെയാണ്? അത് 55 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഓക്കെ, വേനൽക്കാലത്ത് പടിഞ്ഞാറൻ രാജസ്ഥാനിലെ താപനില ഉയരുന്നത് 55 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഓക്കെ,
ഇനി ശൈത്യകാലത്ത് കാശ്മീരിലെ ലേയിൽ താപനില താഴുന്നത് എത്ര ഡിഗ്രിയാണ്? അത് -45, സോറി വെറും 45ആണോ ചോദിച്ചത്? അല്ല, അതോ മൈനസ് മൈനസോ? ആയിരിക്കുമല്ലോ. താഴ്ന്നതല്ലേ? ഓക്കെ, മൈനസ് ആണ്. ഓക്കെ, -45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഓക്കെ, ശൈത്യകാലത്ത് കാശ്മീരിലെ ലേയില് താപനില താഴുന്നത് -45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഓക്കെ, ഇനി രാജസ്ഥാനിലെ ചുരുവില് ജൂൺ മാസത്തിൽ പകൽ സമയത്ത് അനുഭവപ്പെടുന്ന ഏകദേശ താപനില അത് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ വേനൽക്കാലത്ത് പടിഞ്ഞാറൻ രാജസ്ഥാനിലെ താപനില എത്ര വരെ ഉയരുന്ന പറഞ്ഞത്? 55 ഡിഗ്രി സെൽഷ്യസ് വരെ. 55 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ രാജസ്ഥാനിലെ ചുരുവില് ജൂൺ മാസത്തിൽ പകൽ സമയത്ത് അനുഭവപ്പെടുന്ന ഏകദേശ താപനില 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേ ദിവസം അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ രേഖപ്പെടുത്തുന്ന താപനില ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 19 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ രാജസ്ഥാനിൽ 50 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സമയത്ത് നമ്മളുടെ അരുണാചൽ പ്രദേശിലെ തവാങ്ങില് ഇത് എത്രയായിരിക്കും? 19 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ആ ഒരു താപനിലയിൽ വ്യത്യാസം. ഇനി ജമ്മു കാശ്മീരിലെ ദ്രാസിൽ ഡിസംബർ മാസത്തിൽ രാത്രികാലങ്ങളിലെ ഏകദേശ താപനില -45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ജമ്മു കാശ്മീരിലെ ദ്രാസില് ഡിസംബർ മാസത്തില് രാത്രികാലങ്ങളിൽ ഏകദേശ താപനില -45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. എന്നാൽ അതേ ദിവസം രാത്രികാലത്ത് നമ്മുടെ തിരുവനന്തപുരത്തും ചെന്നൈയിലും അനുഭവപ്പെടുന്ന താപനില 20 to 22 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആ ഒരു ടൈമില് ഈ ഡിസംബർ മാസത്തിലുള്ള വ്യത്യാസങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ സ്ഥലങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ തോറും താപനിലയിൽ കാലികമായ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. കേരളത്തിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും രാത്രിയും പകലുമുള്ള താപനിലയിലെ ഏകദേശ വ്യത്യാസം 7 to 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, കേരളത്തിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലും രാത്രിയും പകലുമുള്ള താപനിലയിലെ ഏകദേശ വ്യത്യാസം 7 to 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി താർ മരുഭൂമിയിലെ പകൽ സമയത്തെ ഏകദേശ താപനില നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, രാജസ്ഥാനിലെ ജൂൺ മാസത്തിൽ എത്ര താപനില ഉണ്ടെന്ന് പറഞ്ഞത്? 50 ഡിഗ്രി അല്ലെ? 50 ഡിഗ്രി. ജൂൺ മാസത്തിൽ നമ്മൾ 50 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞില്ലേ? ആ, വേനൽക്കാലത്ത് പടിഞ്ഞാറൻ രാജസ്ഥാനിലാണ് 55 എന്ന് പറഞ്ഞത്. ഈ ജൂൺ മാസത്തിലൊക്കെ രാജസ്ഥാനിൽ 50 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പോ താർ മരുഭൂമിയിൽ പകൽ സമയത്തെ ഏകദേശ താപനിലയും ഈ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ രാത്രികാലങ്ങളിൽ അത് എത്രയാവും? അത് 15 to 20 ഡിഗ്രി സെൽഷ്യസ് ആവും. ഓക്കെ, പകൽ സമയത്ത് 50ഉം രാത്രികാലങ്ങളിൽ 15 to 20 ഡിഗ്രി സെൽഷ്യസ് വരെയാവും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇന്ത്യയിൽ വർഷണത്തിലും എന്നുവെച്ചാൽ മഴയുടെ പ്രാദേശിക വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഉദാഹരണം, ഹിമാലയ പ്രദേശത്ത് മഞ്ഞുവീഴ്ച ഉണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ മഴ ലഭിക്കുന്നു. ഓക്കെ, ഇന്ത്യയിലെ വർഷണത്തിലും പ്രാദേശിക വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഉദാഹരണം, ഹിമാലയ പ്രദേശത്ത് മഞ്ഞുവീഴ്ച ഉണ്ടാകുമ്പോൾ രാജ്യത്തിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ മഴയാണ് ലഭിക്കുന്നത്. മേഘാലയയിലെ ഖാസി കുന്നുകളിലെ ചിറാപുഞ്ചിയിലും മൗസിൻറാമിലും വർഷത്തിൽ ലഭിക്കുന്ന ഏകദേശ മഴയുടെ അളവ് അത് 1080 സെന്റിമീറ്ററിൽ കൂടുതലാണ്. ഓക്കെ, 1080 സെന്റിമീറ്ററിൽ കൂടുതലാണ്. രാജസ്ഥാനിലെ ജയ്സാൽമീറില് അപൂർവമായി മാത്രമേ 9 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്നുള്ളൂ. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോയ പോരെ, അത് ഓക്കെ ഓക്കെ, ആ മതി. അറിഞ്ഞിരിക്കാനുള്ള പോയിന്റ് അല്ലേ ഉള്ളൂ അല്ലെ? ഓക്കെ, മേഘാലയയിലെ ഗാരോ കുന്നുകളിലെ ടൂറയില് ഒരു ദിവസം മാത്രം ലഭിക്കുന്ന മഴ ജയ്സാൽമീറിൽ 10 വർഷം കൊണ്ട് ലഭിക്കുന്ന മഴയ്ക്ക് തുല്യമാണ്. ഓക്കെ, ഇപ്പൊ മേഘാലയയിലെ ഒരു ഗാരോ കുന്നുകളിലെ ഒരു പ്രദേശമാണ് ടൂറയില് ഒരു ദിവസം മാത്രം ലഭിക്കുന്ന മഴ നമ്മളെ ജയ്സാൽമീറില് 10 വർഷം കൊണ്ട് ലഭിക്കുന്ന മഴയ്ക്ക് തുല്യമാണ്. ഇനി പശ്ചിമ ഹിമാലയത്തിലും പടിഞ്ഞാറൻ മരുഭൂമിയിലും വാർഷിക വർഷപാതം 10 സെന്റിമീറ്ററിൽ കുറവാണ്. ഓക്കെ, പശ്ചിമ ഹിമാലയത്തിലും പടിഞ്ഞാറൻ മരുഭൂമിയിലും വാർഷിക വർഷപാതം 10 സെന്റിമീറ്ററിൽ കുറവാണ്. ഓക്കെ, അപ്പൊ ഇവിടെയും അതേ അളവ് തന്നെയാണ് പശ്ചിമ ഹിമാലയത്തിൽ കേട്ടോ, 10 സെന്റിമീറ്ററിൽ കുറവാണ്.
ഇനി മേഘാലയയിലെ വാർഷിക വർഷപാതം 400 സെന്റിമീറ്ററിൽ കൂടുതലാണ്. നമ്മൾ എവിടെയാണ് 1080 സെന്റിമീറ്ററിൽ കൂടുതൽ പറഞ്ഞത്? മൗസിൻ റാമിലും ചിറാപ്പുഞ്ചി. അതെ, ചിറാപ്പുഞ്ചിയിലും. ചിറാപ്പുഞ്ചിയിലും. മൗസിൻ റാമിലും ചിറാപ്പുഞ്ചിയിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1080 ആണ്. എന്നാൽ മേഘാലയയിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 400 സെന്റിമീറ്റർ ആണ്. 400 സെന്റിമീറ്റർ ആണ്. കേരളത്തിൽ എത്രയാണ്? 300 ആണോ? 300 അല്ലേ? കേരളത്തിൽ 300 300. 300 സെന്റിമീറ്റർ. 150. 300. അപ്പൊ മേഘാലയയിൽ ചോദിച്ചാൽ 400 സെന്റിമീറ്റർ ഉണ്ട്. 400 സെന്റിമീറ്ററിൽ കൂടുതലാണ്. ഇനി ഗംഗാ ഡെൽറ്റയിലും ഒഡീഷ തീരസമതലത്തിലും ശക്തമായ മഴക്കാറ്റുകൾ ലഭിക്കുന്നത്. ഗംഗാ ഡെൽറ്റയിലും ഒഡീഷ തീരസമതലങ്ങളിലും ശക്തമായ മഴക്കാറ്റുകൾ ലഭിക്കുന്നത് ഏത് മാസങ്ങളിലാണെന്ന് ചോദിച്ചാൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ഗംഗാ ഡെൽറ്റയിലും ഒഡീഷ തീരസമതലങ്ങളിലും ശക്തമായ മഴക്കാറ്റുകൾ ലഭിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. അതുപോലെ തന്നെ ഗംഗാ ഡെൽറ്റയ്ക്കും ഒഡീഷ തീരസമതലത്തിനും ഏകദേശം 1000 കിലോമീറ്റർ തെക്ക് മാറിയുള്ള കോറമണ്ടൽ തീരത്തെ കാലാവസ്ഥ വരണ്ടതാണ്. ഇതേ സെയിം സമയം അല്ലേ? ഇതേ സെയിം സമയം. ഗംഗാ ഡെൽറ്റയ്ക്കും ഒഡീഷ തീരസമതലത്തിനും ഏകദേശം 1000 കിലോമീറ്റർ തെക്ക് മാറിയുള്ള കോറമണ്ടൽ തീരത്തെ കാലാവസ്ഥ വരണ്ടതാണ്. കോറമണ്ടൽ എന്നൊക്കെ പറയുമ്പോ തമിഴ്നാട് വരില്ലേ? തമിഴ്നാട് ആന്ധ്ര തീരമില്ലേ താഴത്തെ ആ ഭാഗം. ഓക്കെ. അപ്പോ നമ്മളെ ഈ ഗംഗാ ഡെൽറ്റയിലും ഒഡീഷ തീരത്തിലും ശക്തമായ മഴക്കാറ്റ് കിട്ടണ അതേ സമയത്ത് നമ്മളിവിടെ എന്തായിരിക്കും? കാലാവസ്ഥ വരണ്ടതായിരിക്കും കോറമണ്ടൽ തീരത്ത്. ഇനി രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ മഴ ലഭിക്കുമ്പോൾ തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിൽ ശീതകാല ആരംഭത്തോടെയാണ് മഴ ലഭിക്കുന്നത്. ഓക്കെ. വടക്ക് പടിഞ്ഞാറൻ സമയത്ത് അല്ലെ? ഇനി പ്രാദേശികമായ കാലാവസ്ഥ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്നത് എന്താണ്? മൺസൂൺ കാലാവസ്ഥ. ഓക്കെ. അപ്പൊ ഓരോ പ്രദേശത്തും ഈ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അളവുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. അത്രയും മനസ്സിലാക്കിയ പോരെ? ഓക്കെ. ഇനി ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ. ഇത്ര നേരം വായിച്ച് ഒന്നുകൂടെ വായിക്കണോ? അല്ല, അത് ഇത്ര വേണ്ട. ആദ്യത്തെ ഒക്കെയാന്ന് തോന്നുന്നു നമുക്ക് ഇമ്പോർട്ടന്റ്. ആദ്യം വായിച്ചത് ജസ്റ്റ് അറിഞ്ഞിരുന്നു. ആദ്യം വായിച്ചത് അല്ലേ? ഓക്കെ. അപ്പോ നമ്മള് കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന പ്രധാന അന്തരീക്ഷം ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ പറഞ്ഞത്? പറഞ്ഞോ. കാറ്റും ഒക്കെ അല്ലേ? കാറ്റുണ്ട്, താപനില, മർദ്ദം, കാറ്റിന്റെ വേഗത, ദിശ, ആർദ്രത, വർഷപാതം, ഇതെല്ലാമാണ് ഘടകങ്ങൾ. ഓക്കെ. കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന പ്രധാന അന്തരീക്ഷ ഘടകങ്ങളാണ് താപനില, മർദ്ദം, കാറ്റിന്റെ വേഗത, ദിശ, ആർദ്രത, വർഷപാതം. ഓക്കെ. ഇത്രയാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ ദിനാന്തരീക്ഷ സ്ഥിതിയും അതേപോലെ തന്നെ കാലാവസ്ഥയും നമ്മൾ വ്യത്യാസം എന്താ? കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പീരീഡില് അവസ്ഥയാണ് ദിനാന്തരീക്ഷ ആവറേജ് ദിനാന്തരീക്ഷം. അതെ, ദീർഘകാലത്തെ അന്തരീക്ഷ സ്ഥിതിയാണ് കാലാവസ്ഥ, ക്ലൈമറ്റ്. അതെ അതെ. ചെറിയൊരു പീരീഡിലേക്കുള്ളതാണെങ്കിൽ അത് ദിനാന്തരീക്ഷ സ്ഥിതി ആയിരിക്കും. വലിയൊരു പീരീഡിലേക്കുള്ള വ്യത്യാസത്തെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് കാലാവസ്ഥ. ഓക്കെ. അത്രയാണ് അതിലുള്ളത്. പിന്നെ ഓരോ അളവുകളൊക്കെയാണ്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ലല്ലോ. ഇനി ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന അറബി വാക്കാണ്. അത് ചോദിച്ചിട്ടുണ്ടല്ലോ. അറബി വാക്ക് മൗസ് അല്ല, അത് ചോദിച്ചിട്ടുണ്ട്. മൗസ് എന്ന വാക്കിന്റെ പദത്തിന്റെ അർത്ഥം ഋതുക്കൾ. മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ് കാലങ്ങൾക്കനുസരിച്ച് ഗതി മാറുന്ന അങ്ങനെന്തോ അല്ലേ? കാറ്റോ? ഇതിലില്ല. കാലങ്ങൾക്കനുസരിച്ചുള്ള കാറ്റിന്റെ ഗതിമാറ്റവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥയാണ് മൺസൂൺ. അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ.
ഇനി ഇന്ത്യയുടെ കാലാവസ്ഥയെ നിരവധി ഘടകങ്ങൾ നിയന്ത്രിക്കുന്നു. ഇന്ത്യൻ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളും, പിന്നെ അന്തരീക്ഷ മർദ്ദം, കാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളും. ഓക്കെ, അപ്പൊ ഇന്ത്യൻ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. ഓക്കെ, സ്ഥാനവും ഭൂപ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതും, പിന്നെ അന്തരീക്ഷമർദ്ദം, കാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. ഇത് രണ്ടുമാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, അപ്പൊ സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥാനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒന്ന് അക്ഷാംശം അല്ലെ, അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങളൊക്കെ നമ്മുടെ അതെ അതെ ഭൂപ്രകൃതി സ്ഥാനം. അല്ല, നമ്മുടെ ഈ ഘടകങ്ങളല്ലേ. അതെ അപ്പൊ അതിൽ ആദ്യം പറയുന്നത് അക്ഷാംശമാണ്. പിന്നെന്താണ് നമ്മളെ വേറൊന്ന് പറയണെങ്കിൽ ഹിമാലയ പർവ്വതം അല്ലെ, നമ്മളെ കാറ്റിനെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് മഴയൊക്കെ പെയ്യിപ്പിക്കുന്ന നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഹിമാലയ നമ്മളെ പർവ്വതം. മൺസൂൺ കാറ്റുകളെ. ഉം. അപ്പൊ ഹിമാലയ പർവ്വതം അതും സ്ഥാന അല്ലെങ്കിൽ ഭൂപ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഘടകമാണ്. അടുത്തത് കരയുടെയും സമുദ്രത്തിന്റെയും വിന്യാസം അല്ലെങ്കിൽ വിതരണം. ഓക്കെ, കരയുടെയും സമുദ്രത്തിന്റെയും വിന്യാസം അല്ലെങ്കിൽ വിതരണം അതും ഈ സ്ഥാനം അല്ലെങ്കിൽ ഭൂപ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഘടകമാണ്. പിന്നെ കടലിൽ നിന്നുള്ള അകലം. ഓക്കെ, കടലിൽ നിന്നുള്ള അകലം, അതേപോലെ തന്നെ ഉയരം, ഭൂപ്രകൃതി, ഇത്രയും ഘടകങ്ങളാണ് എന്ത് സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. ഓക്കെ, ഇനി ഇതെല്ലാം തന്നെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഉം. ഓക്കെ, അപ്പൊ സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാല്, ഒന്ന് അക്ഷാംശം, രണ്ട് ഹിമാലയ പർവ്വതം, ഹിമാലയ പർവ്വതം. പിന്നെ കരയുടെയും സമുദ്രത്തിന്റെയും വിന്യാസം അല്ലെങ്കിൽ വിതരണം, പിന്നെ കടലിൽ നിന്നുള്ള അകലം, അതുപോലെ തന്നെ ഉയരം, ഭൂപ്രകൃതി, ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു പാർട്ടിൽ വരുന്നത്. അതില് ആദ്യത്തെ അക്ഷാംശം എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം എത്രയാണ്? അക്ഷാംശീയ സ്ഥാനം അക്ഷാംശം 8 ഡിഗ്രി 8 8 ഡിഗ്രി ഡിഗ്രി 4-നും 4 മിനിറ്റും 27 ഡിഗ്രി 37 ഡിഗ്രി 6-നും 6 വരെ. ഓക്കെ, അതാണ് ഉത്തരക്ഷാംശം. ഉത്തരക്ഷാംശം. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം ഉത്തരക്ഷാംശം 8 ഡിഗ്രി 4-നും 37 ഡിഗ്രി 6-നും ഇടയിലാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി കിഴക്ക് പടിഞ്ഞാറായിട്ട് കടന്നു പോകുന്ന രേഖ ഏതാണ്? സോറി ഉത്തരായന രേഖ. രേഖ. ഉത്തരായന രേഖ. ഉത്തരായന രേഖ. ഉത്തരായന രേഖ ഇന്ത്യയെ രണ്ട് ഭാഗങ്ങളായി തിരിക്കുന്നു. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് അത് ഉപോഷ്ണ മേഖലയിലും മിതോഷ്ണ മേഖലയിലുമാണ്. ഓക്കെ, ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഒന്ന് ഉപോഷ്ണ മേഖലയിലും വേറൊന്ന് മിതോഷ്ണ മേഖലയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്ക് ഭാഗമാണെങ്കിൽ ഉഷ്ണമേഖലയാണ്. ഓക്കെ, തെക്ക് മൊത്തം ഉഷ്ണമേഖലയാണ്. എന്നാലും വടക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപോഷ്ണ മേഖലയിലും മിതോഷ്ണ മേഖലയിലുമാണ്. ഓക്കെ, ഓക്കെ. ഉത്തരായന രേഖയ്ക്ക് തെക്ക് ഭാഗം ചോദിച്ചാല് ഉഷ്ണമേഖല, ഭാഗം ഉഷ്ണമേഖല ഉഷ്ണമേഖലയാണ്. എന്നാലും വടക്ക് ഭാഗം ആവുമ്പോ ഉപോഷ്ണ മേഖല പിന്നെ മിതോഷ്ണ മേഖല. മിതോഷ്ണ മേഖലയിലാണ്. ഓക്കെ അല്ലേ. ഇനി ഉഷ്ണമേഖലയിൽ വർഷം മുഴുവൻ ഉയർന്ന താപനിലയും കുറഞ്ഞ ദൈനിക താപാന്തരവും അനുഭവപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാല് ഉഷ്ണമേഖലാ പ്രദേശം ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതിനാലാണ്. ഓക്കെ, അപ്പൊ ഉഷ്ണമേഖലയിൽ വർഷം മുഴുവൻ ഉയർന്ന താപനിലയും കുറഞ്ഞ ദൈനിക താപാന്തരവും അനുഭവപ്പെടാൻ കാരണം എന്താണ്? നമ്മളുടെ ഉഷ്ണമേഖലാ പ്രദേശം ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഭൂമധ്യരേഖയ്ക്ക് അടുത്താണെങ്കിൽ സൂര്യൻ ഏറ്റവും കൂടുതൽ ഭൂമധ്യരേഖയിലേക്കല്ലേ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ദൈനിക താപാന്തരം. എന്താണ് ദൈനിക താപാന്തരം എന്ന് വെച്ചാല് ഒരു ദിവസത്തെ ഉയർന്നതും താഴ്ന്നതും നമ്മുടെ വ്യത്യാസമല്ലേ ദൈനിക താപാന്തരം. അപ്പോ നമ്മുടെ ഉഷ്ണമേഖലയിൽ വർഷം മുഴുവൻ ഉയർന്ന താപനിലയും അതുപോലെ തന്നെ കുറഞ്ഞ ദൈനിക താപാന്തരവും അനുഭവപ്പെടാൻ കാരണം ഉഷ്ണമേഖലാ പ്രദേശം ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതിനാലാണ്. ഇനി ഉത്തരായന രേഖയ്ക്ക് വടക്കുള്ള പ്രദേശങ്ങളിൽ ദൈനികവും
വാർഷികവുമായ ഉയർന്ന താപവ്യതിയാനത്തോടു കൂടിയ തീവ്രമായ കാലാവസ്ഥ അനുഭവപ്പെടാൻ കാരണം അവ ഇവിടെ നിന്ന് അകലെ ഭൂമധ്യരേഖയ്ക്ക് അകലെ അതെ സ്ഥിതി ചെയ്യുന്നു. ഭൂമധ്യരേഖയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതിനാലാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാ മതി. ഓക്കെ, അത് ഓക്കെ അല്ലേ? അക്ഷാംശം ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ ഉത്തരാക്ഷാംശം എത്ര ഡിഗ്രിക്ക് ഇടയിലാണ്? 8 ഡിഗ്രി 8 ഡിഗ്രി പിന്നെ 37 ഡിഗ്രി. 37 ഡിഗ്രി. 8 ഡിഗ്രി 4-നും 37 ഡിഗ്രി 6-നും ഇടയിലാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കിഴക്ക് പടിഞ്ഞാറായിട്ട് കടന്നു പോകുന്ന രേഖയാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖ. ഓക്കെ, ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗം എങ്ങനെയാണ്? വടക്ക് ഭാഗം ഉപോഷ്ണവും മിതോഷ്ണവും വരും. ഉപോഷ്ണവും മിതോഷ്ണമായിട്ടാണ്. എന്നാൽ തെക്ക് ഭാഗമാണെങ്കിൽ ഈ ഉഷ്ണമേഖലയില് ട്രോപ്പിക്കൽ സോൺ. ഉഷ്ണമേഖലയാണ്. അതുപോലെ തന്നെ ഉഷ്ണമേഖലയിൽ വർഷം മുഴുവൻ ഉയർന്ന താപവും കുറഞ്ഞ ദൈനിക താപാന്തരവും അനുഭവപ്പെടാൻ കാരണം ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിട്ട് വരുന്നുണ്ട്. ഭൂമധ്യരേഖയ്ക്ക് ഭൂമധ്യരേഖയ്ക്ക് അടുത്തായിട്ട് വരുന്നതിനാലാണ്. വരുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഉത്തരായനിക്ക് വടക്കുള്ള പ്രദേശങ്ങളിൽ ദൈനികവും അതുപോലെ തന്നെ വാർഷികമായ ഉയർന്ന താപവ്യതിയാനത്തോടു കൂടിയ തീവ്രമായ കാലാവസ്ഥ അനുഭവപ്പെടാൻ കാരണം അകലെ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ഘടകമാണ് നമ്മൾ നോക്കിയത് അക്ഷാംശം. രണ്ടാമത് പറയുന്നത് ഹിമാലയ പർവ്വതമാണ്. ഓക്കെ, ഹിമാലയ പർവ്വതം നമ്മളുടെ ഇതിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്, നമ്മുടെ കാലാവസ്ഥയെ. ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയായി ഉയർന്നു നിൽക്കുന്ന പർവ്വതനിരയാണ് ഹിമാലയ പർവ്വതം. ഓക്കെ, ഇനി ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹിമാലയവും അതിന്റെ തുടർ മലനിരകളും ഒരു ഫലപ്രദമായ കാലാവസ്ഥ വിഭാജകം അല്ലെങ്കിൽ ക്ലൈമറ്റ് ഡിവൈഡ് കൂടിയായിട്ട് വർത്തിക്കുന്നു. ഓക്കെ, ഇനി വടക്കൻ ശീതക്കാറ്റുകളെ പ്രതിരോധിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ഒരു രക്ഷാകവചം തീർക്കുന്ന പർവ്വതമാണ് ഹിമാലയ പർവ്വതം. അറിയാലോ, നമ്മളെ വടക്ക് നിന്നുള്ള ശീതക്കാറ്റുകളെ പ്രതിരോധിച്ചിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ഒരു രക്ഷാകവചം തീർക്കുന്ന ഒരു പർവ്വതമാണ് നമ്മുടെ ഏത്? ഹിമാലയ പർവ്വതം. അതേപോലെ തന്നെ ആർട്ടിക് വൃത്തത്തിനടുത്ത് നിന്നുദ്ഭവിച്ച് മധ്യേഷ്യയിലേക്കും പൂർവേഷ്യയിലേക്കും ഇത്തരം ശീതക്കാറ്റുകൾ വീശുന്നു. ഓക്കെ, അപ്പൊ ഈ ശീതക്കാറ്റുകൾ വീശുന്ന എവിടെ നിന്നാണ്? നമ്മുടെ ആർട്ടിക് വൃത്തമില്ലേ, ആർട്ടിക് വൃത്തത്തിനടുത്ത് നിന്നുദ്ഭവിച്ചിട്ട് മധ്യ ഏഷ്യയിലേക്കും പൂർവേഷ്യ പറയുമ്പോ ഏതാണ്? പൂർവ്വം എന്ന് പറയുമ്പോ പടിഞ്ഞാറല്ലേ? പൂർവ്വം കിഴക്കാണ് പടിഞ്ഞാറാണ്? കിഴക്കാണ് അല്ലെ? പശ്ചിമമാണ് പടിഞ്ഞാറ് അല്ലെ? ഓക്കെ, അപ്പോ നമ്മുടെ ഈ ശീതക്കാറ്റ് ഉദ്ഭവിക്കുന്നത് ആർട്ടിക് വൃത്തത്തിൽ നിന്നാണ്. ആർട്ടിക് വൃത്തത്തിനടുത്ത് നിന്ന് ഉദ്ഭവിച്ച് മധ്യേഷ്യയിലേക്കും പൂർവേഷ്യയിലേക്കും ഇത്തരം ശീതക്കാറ്റുകൾ വീശുന്നു. ഈ ശീതക്കാറ്റുകൾ നമ്മളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്നത് ഏതാണ്? അത് നമ്മുടെ ഹിമാലയ പർവ്വതമാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺസൂൺ മഴ ലഭ്യമാകുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? കേരളത്തിലോ? അല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് മൺസൂൺ മഴ ലഭ്യമാകുന്നതിന് കാരണം ന്യൂനമർദ്ദം നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ ഉണ്ടാകുന്ന അല്ല, നമ്മളെ ഈ മൺസൂൺ കാറ്റുകൾ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഹിമാലയ പർവ്വതത്തെ തട്ടിയിട്ട് അവിടെ തടഞ്ഞു നിർത്തുന്നുണ്ടല്ലോ, എന്നിട്ട് അവിടെ മഴ പെയ്യില്ല, അതല്ല കാരണം. ഹിമാലയ പർവ്വതം മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഓക്കെ, അതാണ്. ഇനി മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തുക വഴി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഴ ലഭ്യമാക്കുന്നതിന് സഹായിക്കുന്നത് ഹിമാലയ നിരകളാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഹിമാലയ പർവ്വതം നമ്മളുടെ ഈ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നുള്ളത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയായിട്ട് ഉയർന്നു നിൽക്കുന്ന പർവ്വതനിരയാണ് ഹിമാലയ പർവ്വതം. ഹിമാലയ പർവ്വതം എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? അത് പിന്നെ ഈ നമ്മുടെ ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് ഇന്ത്യനെ സംരക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ സംരക്ഷിക്കുന്നുണ്ട്. രണ്ടാമത് ലഭ്യമാക്കുന്നുണ്ട്. അതെ, മൺസൂൺ മഴ
ലഭ്യമാക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ട് പോയിന്റ് ആണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാലാവസ്ഥയെ ഈ ഹിമാലയ പർവ്വതം സംരക്ഷി എന്താ പറയാ ബന്ധപ്പെട്ടിരിക്കുന്നത്. ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഉം. ഇനി അടുത്തത് കരയുടെയും സമുദ്രത്തിന്റെയും വിന്യാസം അല്ലെങ്കിൽ വിതരണം. ആ ഒരു പോയിന്റിൽ എന്താ പറയുന്നത് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ 3 ഭാഗങ്ങളിലുമായി ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ഇന്ത്യൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് 3 ഭാഗത്തായിട്ട് ഇന്ത്യൻ ഓഷൻ. അതെ, ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ 3 ഭാഗങ്ങളിലുമായി ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗം ഏതാണ്? വടക്ക് ഭാഗം ഉത്തര മഹാസമുദ്രം അല്ലേ? അല്ല, അല്ല, വടക്ക് ഭാഗം ഹിമാലയം. 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 ഹിമാലയ പർവ്വതം. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ 3 ഭാഗങ്ങളിലായിട്ട് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം ഉണ്ട്. എന്നാൽ വടക്ക് ഭാഗത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹിമാലയ പർവ്വതമാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും സമീപ പ്രദേശങ്ങളിലും വിവിധ കാലങ്ങളിൽ വ്യത്യസ്തമായ മർദ്ദ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണം എന്താന്ന് വെച്ചാല് കടലിനെ അപേക്ഷിച്ച് കര വേഗത്തിൽ ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും സമീപ പ്രദേശങ്ങളിലും വ്യത്യസ്തങ്ങളായ മർദ്ദ കേന്ദ്രങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നു. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ വായിക്കാത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും സമീപ പ്രദേശങ്ങളിലും വിവിധ കാലങ്ങളിൽ വ്യത്യസ്തമായ മർദ്ദ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കടലിനെ അപേക്ഷിച്ച് കര വേഗത്തിൽ ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും സമീപ പ്രദേശങ്ങളിലും വ്യത്യസ്തങ്ങളായ മർദ്ദ കേന്ദ്രങ്ങൾ രൂപപ്പെടാൻ ഇത് കാരണമാകുന്നു. അപ്പൊ ഇതാണ് കാരണം. ഓക്കെ. മനസ്സിലായോ അത്? ഉം. ഓക്കെ അത്. ഓക്കെ. ഓക്കെ ഓക്കെ. ഇനി ഇത്തരം മർദ്ദ കേന്ദ്രങ്ങളുടെ വ്യതിയാനം മൺസൂൺ കാറ്റുകളുടെ ദിശാമാറ്റത്തിന് കാരണമാകുന്നു. കാറ്റ് എപ്പോഴും എവിടെ നിന്നാ എവിടേക്കാണ് വീശുക? കൂടിയിൽ നിന്ന് കുറഞ്ഞതിലേക്കാണോ? കുറഞ്ഞതിൽ നിന്ന് കൂടിയിലേക്കാണോ? കൂടിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക്. കൂടിയിൽ നിന്നും കുറഞ്ഞതിലേക്ക്. അപ്പോ ഈ മർദ്ദ കേന്ദ്രങ്ങളുടെ വ്യതിയാനമാണ് മൺസൂൺ കാറ്റുകളുടെ ദിശാമാറ്റത്തിന് കാരണമാകുന്നത്. ഓക്കെ, അപ്പോ ഈ കരയുടെയും സമുദ്രത്തിന്റെയും വിന്യാസവും നമ്മളുടെ ഈ എന്താ പറയാ ഈ കാലാവസ്ഥയുടെ വ്യത്യാസത്തിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, എന്നാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ഇനി അടുത്തത് കടലിൽ നിന്നുള്ള അകലം. അതെങ്ങനെയാണ് നമ്മൾ ഇതിനെ കാലാവസ്ഥയെ എഫക്ട് ചെയ്യുന്നത് നോക്കാം. ഇന്ത്യയിലെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്? അത് സമുദ്ര സാമീപ്യമാണ്. ഓക്കെ, ഇന്ത്യയിലെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണം സമുദ്ര സാമീപ്യമാണ്. എന്നാൽ കടലിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന ഉൾപ്രദേശങ്ങളിൽ തീവ്രമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഈ സവിശേഷത കാരണം കൊങ്കൺ തീരത്തും മുംബൈയിലുമുള്ള ജനങ്ങൾക്ക് താപനിലയിലെ അസഹനീയതയും ഋതുക്കളുടെ താളക്രമവും കൃത്യമായി അറിയാൻ സാധിക്കുന്നില്ല. കടലിൽ നിന്ന് അകലെ സ്ഥിതി ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യയിലെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സമുദ്ര സാമീപ്യമാണ്. ഓക്കെ, എന്നാൽ കടലിൽ നിന്ന് അകലും തോറും ഈ ഒരു വ്യത്യാസം കൂടിക്കൂടി വരും. ഈ കടലിന്റെ അടുത്താണെങ്കിൽ ഒരു വ്യത്യാസം അങ്ങനെ കൂടുതലായിട്ട് അറിയുന്നില്ല എന്ന്. ഈ കാലാവസ്ഥയുടെ വ്യത്യാസമേ കൂടുതലായിട്ട് അറിയുന്നില്ല. എന്നാലും നമ്മൾ അകലം കൂടുന്തോറും ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ഇനി ഈ സവിശേഷത കാരണം കൊങ്കൺ തീരത്തും മുംബൈയിലുമുള്ള ജനങ്ങൾക്ക് താപനിലയിലെ അസഹനീയതയും ഋതുക്കളുടെ താളക്രമവും കൃത്യമായി അറിയാൻ സാധിക്കുന്നില്ല. ഓക്കെ, അവിടെ സമുദ്ര സാമീപ്യം ഉള്ളതുകൊണ്ട് അല്ലെ. ഇനി കടലിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന ഉൾപ്രദേശങ്ങളിൽ തീവ്രമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. കടൽ തീരത്ത് നിന്നും വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന ഡൽഹി, കാൺപൂർ, അമൃത്സർ എന്നിവിടങ്ങളിൽ തീവ്രമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ മഞ്ഞുകാലമായിട്ടുണ്ടെങ്കിൽ ഭയങ്കര മഞ്ഞും, ചൂടുകാലമായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടും.
എന്നാൽ ഈ സമുദ്ര സാമീപ്യം ഉണ്ടെങ്കിൽ ഒരു മഞ്ഞുകാലത്തായാലും മഴക്കാലത്തായാലും അല്ലെങ്കിൽ വേനൽക്കാലത്തായാലും ഒരു മിതമായ കാലാവസ്ഥയിൽ അവിടെ നിൽക്കും. അതെ അതെ. അല്ലേ? അതെ. ആ ഒരു ഇതാണ് അതിൽ ഒരു പറയുന്നത്, കടലിൽ നിന്നുള്ള അകലം. ഓക്കെ. ഇനി ഉയരം എങ്ങനെയാണ് കാലാവസ്ഥയെ എഫക്ട് ചെയ്യുന്നത് നോക്കാം. ഉയരം കൂടുന്തോറും താപനില കുറയും. കുറയുന്നു. താപനില കുറയും. അതുപോലെ തന്നെ താപനില കുറയുന്നു. ഇനി ഉയരമേറിയ പർവ്വത പ്രദേശങ്ങൾ സമതലങ്ങളെക്കാൾ തണുപ്പ് കൂടിയതാണോ കുറവാണോ? തണുപ്പ് കൂടിയത്. തണുപ്പുള്ളവയാണ്. അതെ. അപ്പൊ ഉയരമേറിയ പർവ്വത പ്രദേശങ്ങൾ സമതലങ്ങളെക്കാൾ തണുപ്പുള്ളവയാണ്. അതേപോലെ തന്നെ ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. ഓക്കെ. അപ്പൊ ഉയരം ഇങ്ങനെയൊക്കെയാണ് കാലാവസ്ഥയെ ബാധിക്കുന്നത്. ഓക്കെ. ഉദാഹരണം, ആഗ്രയും ഡാർജിലിംഗും ഒരേ അക്ഷാംശ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജനുവരിയിൽ ആഗ്രയിലെ താപനില 10 ഡിഗ്രി സെൽഷ്യസും ഡാർജിലിംഗില് 4 ഡിഗ്രി സെൽഷ്യസും ആണ്. ഓക്കെ. ഒരേ അക്ഷാംശമാണെങ്കിലും എന്താണ്, ആഗ്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ന്നിട്ടല്ലേ, എന്നാൽ ഡാർജിലിംഗ് ഉയർന്നു നിൽക്കുകയല്ലേ. അപ്പൊ അവിടുത്തെ താപനിലയിൽ വ്യത്യാസമുണ്ട്. ആഗ്രയിൽ 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, എന്നാൽ ഡാർജിലിംഗ് എന്താണ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ. അപ്പൊ അതാണ് ആ ഉയരം കാലാവസ്ഥയെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ള ഒരു പോയിന്റ്. അടുത്തത് ഭൂപ്രകൃതി. ഉയരം ഓക്കെ ആയില്ലേ? ഓക്കെയാണ്. ഇനി ഭൂപ്രകൃതി എങ്ങനെയാണ് ബാധിക്കുന്നത് നോക്കാം. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ സ്വാധീനിക്കുന്ന അതിന്റെ പ്രധാന ഘടകങ്ങളാണ് ഒന്ന് വിതരണം, അന്തരീക്ഷ മർദ്ദം, കാറ്റിന്റെ ദിശാ വേഗത, അതുപോലെ തന്നെ മഴയുടെ അളവും വിതരണവും. ഓക്കെ. അപ്പൊ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ സ്വാധീനിക്കുന്ന അതിന്റെ പ്രധാന ഘടകങ്ങൾ കൊടുത്തിട്ടുള്ളത് ഒന്ന് താപവിതരണം, അന്തരീക്ഷ മർദ്ദം, കാറ്റിന്റെ ദിശ, വേഗത, അതുപോലെ തന്നെ മഴയുടെ അളവും വിതരണവും. ഓക്കെ. പശ്ചിമഘട്ട മലനിരകളുടെയും അസമിന്റെയും കാറ്റിന് അഭിമുഖമായ ഭാഗങ്ങളിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലങ്ങളിൽ മഴ ലഭിക്കുമ്പോൾ മറുചെരുവിലെ പീഠഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടാൻ കാരണം എന്താണ്? ഇവ പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശങ്ങളായതിനാലാണ്. ഓക്കെ. നമ്മളെ പശ്ചിമഘട്ട മലനിരകൾ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാഗത്ത് മഴ ലഭിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, തമിഴ്നാടിന്റെ ഭാഗത്ത് മഴ ലഭിക്കുന്നില്ലല്ലോ. അതെന്താ കാരണം? മഴനിഴൽ പ്രദേശമായതുകൊണ്ട്. അതിന്റെ ഓപ്പോസിറ്റ്. അതെ, മഴനിഴൽ പ്രദേശമാണ് അല്ലെ. പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശങ്ങളായതുകൊണ്ടാണ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ മഴ ലഭിക്കാത്തത്. ഓക്കെ. ഇനി അതാണ് താപവിതരണം എന്നുള്ള ഒരു ഹെഡിങ്ങിൽ പറയുന്നത്. അടുത്തത് അന്തരീക്ഷ മർദ്ദം, കാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. ഇതിൽ പറയുന്നത് ഇന്ത്യയിലെ പ്രാദേശിക കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുടെ എണ്ണം 3 നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ, അപ്പൊ കുറച്ചും കൂടെ ബെറ്റർ ആവും, മനസ്സിലാവും. ഈ ഒരു പോയിന്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ അന്തരീക്ഷ മർദ്ദം, കാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. ഇന്ത്യയിലെ പ്രാദേശിക കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുടെ എണ്ണം 3 അതെന്തൊക്കെയാന്ന് നോക്കാം. ഭൗമോപരിതലത്തിലെ അന്തരീക്ഷ മർദ്ദത്തിന്റെയും കാറ്റുകളുടെയും വിതരണം, അതാണ് ഒന്നാമത് പറയുന്നത്. ഭൗമോപരിതലത്തിലെ അന്തരീക്ഷ മർദ്ദത്തിന്റെയും കാറ്റുകളുടെയും വിതരണം. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ്, ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ കാരണം രൂപപ്പെടുന്ന ഉന്നതതല ചംക്രമണവും വിവിധ വായുസഞ്ചയങ്ങളുടെയും ജെറ്റ് പ്രവാഹങ്ങളുടെയും കടന്നുവരവും. അത് രണ്ടാമത്തെ പോയിന്റ് പറയുന്നുണ്ട്. മൂന്നാമത്, ശൈത്യകാലങ്ങളിൽ രൂപപ്പെടുന്ന പശ്ചിമ അസ്വസ്ഥത എന്നറിയപ്പെടുന്ന പശ്ചിമ ചക്രവാതങ്ങളുടെയും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തുള്ള ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള വരവ് ഇന്ത്യയിൽ മഴ ലഭിക്കുന്നതിന് അനുകൂലമായ കാലാവസ്ഥ സൃഷ്ടിക്കുന്നു. ഓക്കെ. അപ്പൊ ഇതെല്ലാം അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ കാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ്. അത് എത്രണ്ണ ചോദിച്ചാൽ 3 ഓക്കെ.
നമ്മള് പ്രാദേശികമായിട്ടുള്ള കാറ്റുകളുടെ ഒക്കെ ഒരു ഇത് നമ്മൾ എന്താ പറയാ ഇതൊക്കെ മാംഗോ ഷവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? ആ പ്രാദേശികവാദങ്ങൾ അതാണ്. ആ അപ്പൊ അത് പറയുന്നുണ്ട്. പിന്നെ ജെറ്റ് പ്രവാഹങ്ങളെ കുറിച്ച് പറയുന്നു രണ്ടാമത്തെ പോയിന്റില്. പിന്നെ പശ്ചിമ സ്വസ്ഥത, ശൈത്യകാലങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന പശ്ചിമ സ്വസ്ഥത, ആ ആ പശ്ചിമ സ്വസ്ഥത. അതാണ് മൂന്നാമത്തെ പോയിന്റില് പറയുന്നത്. ഓക്കെ, അപ്പൊ അന്തരീക്ഷമർദ്ദം, കാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഈ മൂന്നെണ്ണമാണ്. അപ്പൊ ആദ്യത്തെ ഭൗമോപരിതലത്തിലെ അന്തരീക്ഷമർദ്ദത്തിന്റെയും കാറ്റുകളുടെയും വിതരണം. ഓക്കെ. രണ്ടാമത്തെ ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ കാരണം രൂപപ്പെടുന്ന ഉന്നതതല ചംക്രമണവും വിവിധ വായു സഞ്ചയങ്ങളുടെയും ജെറ്റ് പ്രവാഹങ്ങളുടെയും കടന്നുവരവ്. അതാണ് രണ്ടാമത്തെ പോയിന്റ് ഇതിൽ പറയുന്നത്. മൂന്നാമത്തെ ശൈത്യകാലങ്ങളിൽ രൂപപ്പെടുന്ന പശ്ചിമ അസ്വസ്ഥത. എന്താണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസോ? ഡിസ്റ്റർബൻസ്. അസ്വസ്ഥത എന്നറിയപ്പെടുന്ന പശ്ചിമ ചക്രവാതങ്ങളുടെയും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തുള്ള ഉഷ്ണമേഖല ന്യൂനമർദ്ദങ്ങളുടെ ഇന്ത്യയിലേക്കുള്ള വരവ്, അതേപോലെ തന്നെ ഇന്ത്യയിൽ മഴ ലഭിക്കുന്നതിന് അനുകൂലമായ കാലാവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ ഒന്നുമില്ല അല്ലെ? എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മളുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് എന്നുള്ള പോയിന്റ്സ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ വായിക്കണത്. ഇത്രയുണ്ടല്ലേ? ഈ ശൈത്യകാലത്തെ കാലാവസ്ഥയും കൂടെ ഇത് വരും. ശൈത്യകാലം, വേനൽക്കാലം. എന്താ ചേച്ചി? അല്ല, പോയിന്റ് ജസ്റ്റ് പറഞ്ഞു പോയതല്ലോ. ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഓക്കെ ഓക്കെ പറഞ്ഞു, 6 പറഞ്ഞു. ഓക്കെ. ഓ 6. അപ്പോ സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്നുള്ള ആ ഒരു ഹെഡിങ്ങിൽ നമ്മൾ അക്ഷാംശം പറഞ്ഞു അല്ലെ? അക്ഷാംശം എങ്ങനെയൊക്കെയാണ്? നമ്മള് എന്താ പറയാ, ഭൂമധ്യരേഖയ്ക്ക് തെക്കായിട്ടുള്ള ഭാഗത്ത് എന്താണ്, ഏത് തരത്തിലുള്ള കാലാവസ്ഥയാണ്? ഉഷ്ണമേഖലയാണ്. ഉഷ്ണമേഖലയാണ്. എന്നാൽ വടക്ക് ഭാഗത്താണെങ്കിൽ, അല്ല ഭൂമധ്യരേഖയ്ക്കല്ല, ഉത്തരായൻ രേഖയ്ക്ക് തെക്കാവുമ്പോ ഉഷ്ണമേഖലയാണ്. എന്നാല് വടക്കാവുമ്പോ ഉപോഷ്ണവും വരും, മിതോഷ്ണവും വരും. ഉപോഷ്ണവും മിതോഷ്ണവുമാണ്. അതാണ് അക്ഷാംശത്തിൽ പറയുന്നത്. പിന്നെ ഹിമാലയ പർവ്വതം എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു ചോദിച്ചാല്, മൺസൂൺ കാറ്റ്, മൺസൂൺ മഴ ലഭ്യമാക്കുന്നുണ്ട്. അതെ, മൺസൂൺ മഴയും അതുപോലെ തന്നെ നമ്മുടെ ഇത് കാറ്റ്, ഹിമക്കാറ്റ് അല്ലെ? അതെ, ഹിമക്കാറ്റിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു. പ്രതിരോധിക്കുന്നുണ്ട്. ശീതക്കാറ്റിൽ നിന്ന് പ്രതിരോധിക്കുന്നത്. അപ്പൊ അതാണ് ആ ഹിമാലയ പർവ്വതത്തിന്റെ ആ ഒരു പോയിന്റിൽ പറഞ്ഞത്. പിന്നെ കരയുടെയും സമുദ്രത്തിന്റെയും വിന്യാസം അതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? കടലിനെ അപേക്ഷിച്ചിട്ട് കര പെട്ടെന്ന് ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്തും കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മർദ്ദ കേന്ദ്രങ്ങൾ അല്ലെ? ആ മർദ്ദ കേന്ദ്രങ്ങൾ എന്താണ്, കാറ്റിന്റെ രൂപീകരണത്തിന് സഹായിക്കും. അത് മഴയുടെ ഇതിന് കാരണമാവുന്നുണ്ട് അല്ലെ? ഇനി കടലിൽ നിന്നുള്ള അകലം അതെങ്ങനെയാ സ്വാധീനിക്കുക? കടലിൽ നിന്നുള്ള അകലം സമുദ്രത്തിനടുത്താവുമ്പോഴാ കൂടുതൽ കാലാവസ്ഥ ദൃശ്യമാകാൻ നമുക്ക് ഉണ്ടാവുന്നില്ല അല്ലെ? സമുദ്ര സാമീപ്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥലങ്ങളില് ആ ഒരു വ്യത്യാസം അറിയാൻ കഴിയുന്നില്ല. അതെ അതെ, കടലിനടുത്തായതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. അകലെയാകുമ്പോഴത്തേക്ക് തീവ്രമായ ഒരു തീവ്രമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. ഇപ്പൊ ശൈത്യകാലത്താണെങ്കിൽ ഭയങ്കര ശൈത്യവും വേനൽക്കാലത്താണെങ്കിൽ ഭയങ്കര വേനലുമായിരിക്കും. എന്നാൽ സമുദ്ര സാമീപ്യമാണെങ്കിൽ ഇത് രണ്ടും തിരിച്ചറിയാൻ പോലും കഴിയില്ല. അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. അടുത്തത് ഉയരം എങ്ങനെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്? ഉയരം കൂടുമ്പോൾ താപനില കുറയുന്നുണ്ട്. അതാണ് ആ ഒരു പോയിന്റില്. പിന്നെ ഭൂപ്രകൃതിയുടെ ബേസിൽ പറഞ്ഞത് താപവിതരണം, അതുതന്നെ അന്തരീക്ഷ മർദ്ദം, കാറ്റിന്റെ ദിശാവേഗത, മഴയുടെ അളവ്, വിതരണം. ഇതൊക്കെയാണ് ഭൂപ്രകൃതിയുടെ ആ ഒരു ഇതിൽ വരുന്നത്. ഓക്കെ, അടുത്തത് അന്തരീക്ഷ മർദ്ദം, കാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. അതിലെന്തൊക്കെയായിരുന്നു പറഞ്ഞത്? 3 കാര്യങ്ങൾ പറഞ്ഞു. 3 പോയിന്റ് ആണ് പറഞ്ഞത്.
ഉം. ജെറ്റ് പ്രവാഹങ്ങളുടെ ഒന്ന് സ്വാധീനം. ജെറ്റ് പ്രവാഹത്തിന്റെ പശ്ചിമ പറഞ്ഞു, സ്വസ്ഥത വെസ്റ്റേൺ പറഞ്ഞു. ഡിസ്റ്റർബൻസിന്റെ പശ്ചിമസ്വസ്ഥത പറഞ്ഞു, പിന്നെ ഭൗമോപരിതലത്തിലെ അന്തരീക്ഷ മർദ്ദത്തിന്റെയും കാറ്റുകളുടെയും വിതരണം, പറഞ്ഞു. അതും നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഓക്കെ, ഇനി ശൈത്യകാലത്തെ കാലാവസ്ഥ. ശൈത്യകാലത്തെ കാലാവസ്ഥ, ഉപരിതല മർദ്ദവും കാറ്റുകളും എന്നതാണ് അതിലെ ആദ്യത്തെ പോയിന്റ്. ശീതകാല മാസങ്ങളിൽ ഇന്ത്യയിലെ കാലാവസ്ഥ മധ്യേഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും അന്തരീക്ഷ മർദ്ദ സ്ഥിതിയുടെ സ്വാധീനത്താലാണ്. ഓക്കെ, അപ്പൊ ശീതകാല മാസങ്ങളിൽ ഇന്ത്യയിലെ കാലാവസ്ഥ എന്നത് മധ്യേഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും അന്തരീക്ഷ മർദ്ദ സ്ഥിതിയുടെ സ്വാധീനത്തിലാണ്. ഓക്കെ, ശൈത്യകാലത്ത് ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്കുമാറി ഒരു ഉച്ചമർദ്ദ കേന്ദ്രം രൂപപ്പെടുന്നു. ഉം. ശൈത്യകാലത്ത് ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്കുമാറി ഒരു ഉച്ചമർദ്ദ കേന്ദ്രം രൂപപ്പെടുന്നു. ഈ ഉച്ചമർദ്ദ കേന്ദ്രം പർവ്വതനിരയ്ക്ക് തെക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വടക്ക് നിന്നും താഴ്ന്ന തലങ്ങളിൽ വായു പ്രവാഹം സൃഷ്ടിക്കുന്നു. മധ്യേഷ്യയിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിലെ ഉപരിതല വായു വരണ്ട ശീതക്കാറ്റുകളായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്നു. ഈ വൻകരക്കാറ്റുകൾ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ വീശുന്ന വാണിജ്യപാതകളുമായി സമ്പർക്കത്തിലാകുന്നു. മനസ്സിലാവുന്നുണ്ടോ ഇത്? ഓക്കെ ഓക്കെ. മധ്യേഷ്യയിൽ നിന്നും പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന കാറ്റുകളല്ലേ? അതെ അതെ. അതാണ് നമ്മളെ ഈ അത് ഒരു ഇവിടുത്തെ ശൈത്യകാലത്ത് നമ്മുടെ വാണിജ്യപാതവുമായിട്ട് കാലാവസ്ഥയെ ബന്ധപ്പെട്ട്, ബാധിക്കുന്നത്. അതെ, വാണിജ്യപാതമായിട്ട് ഒത്തുചേർന്ന് നമ്മുടെ ഇവിടെ വീശുന്ന വടക്ക് പടിഞ്ഞാറായിട്ട്. ഉം. ഓക്കെ. അപ്പൊ ഈ ശൈത്യകാലത്ത് നമ്മളുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശീതകാല മാസങ്ങളിൽ ഇന്ത്യയിലെ കാലാവസ്ഥ മധ്യേഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും അന്തരീക്ഷ മർദ്ദസ്ഥിതിയുടെ സ്വാധീനത്തിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശൈത്യകാലത്ത് ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്ക് വടക്ക് മാറിയിട്ട് ഒരു ഉച്ചമർദ്ദ കേന്ദ്രം രൂപപ്പെടുന്നു. ഈ ഉച്ചമർദ്ദ കേന്ദ്രം പർവ്വതനിരയ്ക്ക് തെക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വടക്ക് നിന്നും താഴ്ന്ന തലങ്ങളിൽ വായുപ്രവാഹം സൃഷ്ടിക്കുന്നു. മധ്യേഷ്യയിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിലെ ഉപരിതല വായു വരണ്ട ശീതക്കാറ്റുകളായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്നു. ഈ വൻകരക്കാറ്റുകൾ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ വീശുന്ന വാണിജ്യപാതകളുമായി സമ്പർക്കത്തിലാകുന്നു. ഈ സമ്പർക്ക മേഖല എല്ലായ്പ്പോഴും സ്ഥിരതയുള്ളവയല്ല. അപൂർവമായി ഇത് കിഴക്ക് ദിശയിലേക്ക് മാറുന്നു. ഇവ മധ്യഗംഗാതടം വരെ എത്തുകയും ഇതിന്റെ ഫലമായി മുഴുവൻ ഉത്തരേന്ത്യയും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയും വരണ്ട വടക്കു പടിഞ്ഞാറൻ ശീതക്കാറ്റിന്റെ സ്വാധീനത്തിലാകുന്നു. ഓക്കെ. ഓക്കെ, ഇനി അടുത്തത് ജെറ്റ് പ്രവാഹങ്ങളും ഉന്നതതല വായു ചംക്രമണവും. ട്രോപ്പോസ്ഫിയറിന്റെ ഉപരിഭാഗങ്ങളിൽ, ഈ ബുക്ക് എല്ലാവരുടെ കയ്യിലില്ലേ? എന്തോ ബുക്ക് എല്ലാവരുടെ കയ്യിലുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല. നോക്കിയിരുന്നു കുറച്ച് നമുക്ക്. അതാ നോക്കിയാലേ കുറച്ച് മനസ്സിലാവത്തുള്ളൂ തോന്നുന്നു. നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വായിച്ചാലും കിട്ടില്ല. ചില പോയിന്റ്സ് മാത്രം, ബാക്കിയുള്ളതൊക്കെ നമുക്ക് കണ്ടാ മനസ്സിലാവും. നോക്കിയിരുന്നാല് ഈ ഒരു വലിയ കുഴപ്പമില്ല, ഏകദേശം കിട്ടുന്നുണ്ട്. അതെ അല്ലേ? നമുക്ക് എല്ലാം ഒന്നും വേണ്ടല്ലോ, ജസ്റ്റ് അറിഞ്ഞിരിക്കാനുള്ള പോയിന്റുകളും ഉണ്ട് ഇതിനകത്ത്. അറിഞ്ഞിരുന്നാ മതി, ഇതെല്ലാം അറിഞ്ഞിരുന്നാ മതി. കുറച്ച് അതൊക്കെ ഉള്ളൂ അറിയാനുള്ളത്. ഓക്കെ, അപ്പൊ ജെറ്റ് പ്രവാഹങ്ങളും ഉന്നതതല വായു ചംക്രമണവും. ഓക്കെ, ഈ ഒരു പോയിന്റിൽ പറയുന്നത് ട്രോപ്പോസ്ഫിയറിന്റെ ഉപരിഭാഗങ്ങളിൽ വായുപ്രവാഹം ഏകദേശം കാണപ്പെടുന്നത് എത്ര കിലോമീറ്റർ ഉയരത്തിലാണെന്ന് ചോദിച്ചാൽ
3 കിലോമീറ്റർ ഉയരത്തിലാണ്. ഓക്കെ, അപ്പൊ ട്രോപ്പോസ്ഫിയർ അല്ലേ ആദ്യത്തെ, അല്ലെ? ആദ്യത്തെ ട്രോപ്പോസ്ഫിയർ ഏറ്റവും താഴ്ന്ന ട്രോപ്പോസ്ഫിയർ നമ്മുടെ ഭൂമിയിൽ താഴ്ന്ന നിന്ന്. ട്രോപ്പോസ്ഫിയറിന്റെ ഉപരിഭാഗങ്ങളിൽ വായുപ്രവാഹം ഏകദേശം കാണപ്പെടുന്നത് 3 കിലോമീറ്റർ ഉയരത്തിലാണ്. ഓക്കെ, ഇനി ട്രോപ്പോസ്ഫിയറിന്റെ ഉപരിതല വായു പ്രവാഹം വളരെ വ്യത്യസ്തത ഉള്ളതിനാൽ അന്തരീക്ഷത്തിന്റെ ഉയർന്ന താപനിലയിലെ വായുപ്രവാഹത്തിൽ ഉപരിതല അന്തരീക്ഷ മർദ്ദത്തിന് പ്രാധാന്യം ഇല്ല. ട്രോപ്പോസ്ഫിയറിന്റെ ഉപരിതല വായു പ്രവാഹം വളരെ വ്യത്യസ്തത ഉള്ളതിനാൽ അന്തരീക്ഷത്തിന്റെ ഉയർന്ന താപനിലയിലെ വായുപ്രവാഹത്തിൽ ഉപരിതല അന്തരീക്ഷ മർദ്ദത്തിന് പ്രാധാന്യമില്ല. പശ്ചിമേഷ്യയും മധ്യേഷ്യൻ പ്രദേശങ്ങളും ഈ കാലയളവിൽ 9 to 13 കിലോമീറ്റർ ഉയരത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് സഞ്ചരിക്കുന്ന പശ്ചിമകാറ്റുകളുടെ സ്വാധീനത്തിലായിരിക്കും. ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ ടിബറ്റൻ പീഠഭൂമിക്ക് സമാന്തരമായി വീശുന്ന ഇവ അറിയപ്പെടുന്നത് പ്രവാഹങ്ങൾ എന്നാണ്. ഓക്കെ, ജെറ്റ് പ്രവാഹങ്ങൾ. അപ്പൊ പശ്ചിമേഷ്യയും മധ്യേഷ്യൻ പ്രദേശങ്ങളും ഈ കാലയളവിൽ 9 to 13 കിലോമീറ്റർ ഉയരത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് സഞ്ചരിക്കുന്ന പശ്ചിമകാറ്റുകളുടെ സ്വാധീനത്തിലായിരിക്കും. ഏതൊക്കെ? നമ്മുടെ പശ്ചിമേഷ്യയും മധ്യേഷ്യൻ പ്രദേശങ്ങളും. ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ ടിബറ്റൻ പീഠഭൂമിക്ക് സമാന്തരമായി വീശുന്ന ഇവ അറിയപ്പെടുന്നതാണ് ജെറ്റ് പ്രവാഹങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹിമാലയൻ പീഠഭൂമിക്ക് വടക്കായിട്ടുള്ള എവിടെ? ടിബറ്റൻ പീഠഭൂമി, അല്ലെ? ടിബറ്റൻ പീഠഭൂമിക്ക് സമാന്തരമായി വീശുന്ന ഇവ അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ എന്നാണ്. ഇത് പ്രധാനമായിട്ട് ഏതിനൊക്കെയാണ് സ്വാധീനിക്കുന്നത്? നമ്മുടെ പശ്ചിമേഷ്യയെയും മധ്യേഷ്യൻ പ്രദേശങ്ങളെയുമാണ്. ഇനി ജെറ്റ് പ്രവാഹങ്ങളുടെ സഞ്ചാരപഥത്തിൽ മാർഗതടസ്സമായി നിലകൊണ്ട് അവയെ 2 ശാഖകളായി വിഭജിക്കുന്നത് ഏതാണ്? ടിബറ്റൻ ഉന്നത തടം അല്ലെങ്കിൽ ടിബറ്റൻ പീഠഭൂമിയാണ്. ഓക്കെ, അപ്പൊ ജെറ്റ് പ്രവാഹങ്ങളുടെ സഞ്ചാരപഥത്തിൽ തടസ്സം ഉണ്ടാക്കുന്നത് ഏതാണ്? ടിബറ്റൻ പീഠഭൂമി അല്ലെങ്കിൽ ടിബറ്റൻ ഉന്നത തടമാണ്. ഇനി ജെറ്റ് പ്രവാഹങ്ങളുടെ ഒരു ശാഖ നമ്മൾ പറഞ്ഞു 2 ശാഖയായിട്ട് പിരിയുന്നു പറഞ്ഞില്ലേ? അതില് ജെറ്റ് പ്രവാഹങ്ങളുടെ ഒരു ശാഖ ടിബറ്റൻ ഉന്നത തടത്തിന് വടക്ക് ഭാഗത്തുകൂടിയും തെക്കൻ ശാഖ ഹിമാലയത്തിന്റെ തെക്ക് ഭാഗങ്ങളിൽ നിന്നും കിഴക്ക് ദിശയിലൂടെയും സഞ്ചരിക്കുന്നു. ഫെബ്രുവരി മാസത്തിൽ ജെറ്റ് പ്രവാഹങ്ങളുടെ തെക്കൻ ശാഖ വീശുന്നത് ഏകദേശം 25 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശങ്ങളിലെ 200-300 MB മർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലൂടെയാണ്. ഇന്ത്യയിലെ ശൈത്യകാല കാലാവസ്ഥയെ നിർണയിക്കുന്നതിൽ സുപ്രധാനമായി സ്വാധീനം ചെലുത്തുന്നത് ജെറ്റ് പ്രവാഹങ്ങളുടെ തെക്കൻ ശാഖയാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ജെറ്റ് പ്രവാഹങ്ങളെ 2 ശാഖയായിട്ട് പിരിക്കുന്നത് എന്താണ്? ടിബറ്റൻ പീഠഭൂമിയാണ് അല്ലെങ്കിൽ ടിബറ്റൻ ഉന്നത തടമാണ്. ഓക്കെ, അപ്പോ ഒരു ശാഖ വടക്കോട്ട് അങ്ങനെ തിരിഞ്ഞു പോകും. വേറെ രണ്ടാമത്തെ ശാഖ ഏതാണ്? തെക്ക് ഭാഗത്തേക്ക് വരുന്നത്. അത് നമ്മൾ ഏത് ഭാഗത്തു കൂടെ കടന്നു പോകുന്നത്? ഹിമാലയത്തിന്റെ തെക്ക് വശങ്ങളിലൂടെ. അപ്പൊ ഇത് ഫെബ്രുവരി മാസത്തിൽ ജെറ്റ് പ്രവാഹങ്ങളുടെ തെക്കൻ ശാഖ വീശുന്നത് ഏകദേശം 25 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശങ്ങളിലെ 200-300 MB മർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലൂടെയാണ്. ഇന്ത്യയിലെ ശൈത്യകാല കാലാവസ്ഥയെ നിർണയിക്കുന്നതിൽ സുപ്രധാനമായ സ്വാധീനം ചെലുത്തുന്നത് ഏത് ശാഖയാണ്? തെക്കൻ ശാഖയാണ്. അതെ, ജെറ്റ് പ്രവാഹങ്ങളുടെ തെക്കൻ ശാഖ. ഓക്കെ, ഇനി പശ്ചിമ അസ്വസ്ഥതകളും ഉഷ്ണമേഖല ചക്രവാതങ്ങളും. അപ്പൊ ജെറ്റ് പ്രവാഹം എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് മനസ്സിലായില്ലേ? ആ തെക്കൻ ശാഖ ഇങ്ങനെ വീശുന്നതാണ് നമ്മളുടെ ശൈത്യ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നത്. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ പറഞ്ഞത്. ഇനി പശ്ചിമ അസ്വസ്ഥത, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ് പശ്ചിമ അസ്വസ്ഥതകളും ഉഷ്ണമേഖല ചക്രവാതങ്ങളും. അതെന്താന്ന് നോക്കാം. ശൈത്യകാല മാസങ്ങളിൽ മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളാണ്
ഉഷ്ണമേഖല പശ്ചിമ ചക്രവാതങ്ങൾ. സൗത്ത്. ഉം. ചക്രവാതം എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് വീശും അല്ലേ? അല്ലേ, ഉള്ളിലേക്കല്ലേ? പ്രതിചക്രവാതം എന്ന് പറയുമ്പോൾ പുറത്തേക്ക്, അങ്ങനെയല്ലേ? ആർക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ സൈക്ലോണും ഉണ്ടാവും. ആന്റി ക്ലോക്ക് വൈസും സൈക്ലോണും. ആന്റി ക്ലോക്ക് വൈസും. ആ, ആന്റി ക്ലോക്ക് വൈസ് ആണ് അല്ല, അത് ഉള്ളിലേക്ക് ഏതാണെന്ന് വീശുന്നത്, ആ ഒരു പുറത്തേക്ക്, കൺഫ്യൂഷനാണ്. അങ്ങനെയല്ലേ? ചുറ്റു നിന്നും ഉള്ളിലേക്ക് അങ്ങനെ, അതല്ലേ? അനിൽ സാർ കേൾക്കുന്നുണ്ട്? സൈഡ് ചാറ്റ് ഒന്നിട്ട്. ആരാ? അത് താഴെ ഒരു സാറ് ഇരിപ്പുണ്ട്, ജോഗ്രഫി പഠിപ്പിക്കുന്ന സാറാ ലക്ഷ്യയില്. കേൾക്കുന്നുണ്ടേ സാറ് സൈഡ് ചാറ്റ് ഒന്ന് ഇടണേ, ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തൊന്നു. ഓക്കെ. സൈക്ലോൺ ആന്റി സൈക്ലോൺ. അപ്പോ ശൈത്യകാല മാസങ്ങളിൽ മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളാണ് ഉഷ്ണമേഖല ചക്രവാതങ്ങൾ. ഓക്കെ. അപ്പൊ ശൈത്യകാല മാസങ്ങളിൽ മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളാണ് ഉഷ്ണമേഖല ചക്രവാതങ്ങൾ. ഈ ചക്രവാതങ്ങൾ പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങളുടെ സ്വാധീനത്താൽ പടിഞ്ഞാറ് ദിശയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും എത്തിച്ചേരുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ്. ഭൂഖണ്ഡത്തിൽ. ശൈത്യകാലയളവിലെ രാത്രികാല താപനിലയിലെ ഉയർച്ച സാധാരണമായി ഉഷ്ണമേഖലാ ചക്രവാതങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയിക്കുന്നതാണ്. ഓക്കെ. കാലയളവിലെ രാത്രികാല താപനിലയിലെ ഉയർച്ച സാധാരണയായി ഉഷ്ണമേഖലാ ചക്രവാതങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയിക്കുന്നതാണ്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത് ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ്. ഓക്കെ. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത് എവിടെയൊക്കെയാണ്? നമ്മുടെ ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾക്ക് വേഗത കൂടുതലും ശക്തിയേറിയ മഴയോട് കൂടിയവയും അതിവിനാശകാരിയുമാണ്. ഓക്കെ. അപ്പൊ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വേഗത കൂടുതലാണ്, ശക്തിയേറിയ മഴയോട് കൂടിയവയും അതിവിനാശകാരിയുമാണ്. ഇനി ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വീശുന്ന ഇന്ത്യൻ പ്രദേശങ്ങളാണ് തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ എന്നിവയുടെ തീരങ്ങളിൽ. ഓക്കെ. ബംഗാൾ ഉൾക്കടൽ എന്നൊക്കെ പറയുമ്പോൾ ആ ഭാഗങ്ങളിൽ. ഓക്കെ. തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ എന്നിവയുടെ തീരങ്ങളിലാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് ഒന്നുകൂടെ വായിക്കാം. പശ്ചിമ അസ്വസ്ഥതയും ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും. ഓക്കെ. ഇതിൽ പറയുന്നത് ശൈത്യകാല മാസങ്ങളിൽ മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ. ഓക്കെ. ഈ ചക്രവാതങ്ങൾ പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങളുടെ സ്വാധീനത്താൽ നമ്മൾ ശൈത്യകാല മാസങ്ങളിലല്ലേ ജെറ്റ് പ്രവാഹം പറഞ്ഞല്ലേ? അപ്പൊ ഈ ചക്രവാതങ്ങൾ പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങളുടെ സ്വാധീനത്താല് പടിഞ്ഞാറ് ദിശയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും എത്തിച്ചേരുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ്. ശൈത്യകാലയളവിലെ രാത്രികാല താപനിലയിലെ ഉയർച്ച സാധാരണയായി ഉഷ്ണമേഖലാ ചക്രവാതങ്ങളുടെ വരവ് മുൻകൂട്ടി അറിയിക്കുന്നതാണ്. അതുപോലെ ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത് എവിടെയൊക്കെയാണ്? ബംഗാൾ കടലിലും ഇന്ത്യൻ ഓഷനിലും. അതെ, ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ്. ഇനി ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾക്ക് വേഗത കൂടുതലും ശക്തിയേറിയ മഴയോട് കൂടിയവയും അതിവിനാശകാരിയുമാണ്. അതുപോലെ ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വീശുന്ന ഇന്ത്യൻ പ്രദേശങ്ങൾ ചോദിച്ചാല് തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ. ഓക്കെ. അപ്പൊ ആ ഒരു പോയിന്റ് ഓക്കെ ആയില്ലേ? അടുത്തത് വേനൽക്കാലത്തെ കാലാവസ്ഥ. നമ്മൾ ശൈത്യകാലത്തെ കാലാവസ്ഥയാണ് ഇത്ര നേരം വായിച്ചത്. ഓക്കെ. അപ്പൊ ഇത് വായിക്കട്ടെ. വേനൽക്കാലത്തെ കാലാവസ്ഥ. ഉപരിതല അന്തരീക്ഷമർദ്ദവും കാറ്റുകളും. വേനൽക്കാല ആരംഭത്തിൽ സൂര്യന്റെ സ്ഥാനം മാറുന്നത് ഏത് ഭാഗത്തേക്കായിരിക്കും? വടക്കോട്ട്. വേനൽക്കാല ആരംഭത്തില് സൂര്യന്റെ സ്ഥാനം മാറുന്നത് വടക്കോട്ടാണ്.
സൂര്യന്റെ ഈ സ്ഥാനമാറ്റം ഉപഭൂഖണ്ഡത്തിന്റെ ഉപരിതലത്തിലെയും ഉയർന്ന തലത്തിലെയും വായു സഞ്ചാരത്തിന് ദിശാമാറ്റം സംഭവിക്കുന്നു. ഓക്കെ, അപ്പോ സൂര്യന്റെ ഈ സ്ഥാനമാറ്റം ഉപഭൂഖണ്ഡത്തിന്റെ ഉപരിതലത്തിലെയും ഉയർന്ന തലത്തിലെയും വായു സഞ്ചാരത്തിന് ദിശാമാറ്റം സംഭവിക്കുന്നു. ഉപരിതലത്തിനടുത്തുള്ള ന്യൂനമർദ്ദ മേഖല അല്ലെങ്കിൽ ITCZ അല്ലെ, ഇന്റർ ട്രോപ്പിക്കൽ എന്ത് സോണാണ്? കൺവെർജന്റ് സോൺ അല്ലെ. സോൺ. അപ്പൊ ഉപരിതലത്തിനടുത്തുള്ള ന്യൂനമർദ്ദ മേഖല അല്ലെങ്കിൽ ITCZ, അന്തർ ഉഷ്ണമേഖലാ സംക്രമണ മേഖല അല്ലെങ്കിൽ ITCZ, ഹിമാലയത്തിന് സമാന്തരമായി 20-25 ഡിഗ്രി വടക്ക് അക്ഷാംശ ദിശയിലേക്ക് നീങ്ങുന്ന കാലമാണ് ജൂലൈ മധ്യത്തോടെ. ഈ ഒരു സമയത്താണ് നമ്മുടെ പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങൾ ഇന്ത്യൻ ഭാഗത്ത് നിന്ന് പിൻവാങ്ങുന്നത്. നമ്മള് പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്ന ഒരു പീരീഡ് ഏതാ പറഞ്ഞത്? ശൈത്യകാലത്തല്ലേ. ശൈത്യകാലത്ത് ഈ ഒരു ടൈമിൽ നമ്മൾ വേനൽക്കാലം ആവുമല്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ വടക്കോട്ട് നീങ്ങുമ്പോൾ അവിടെ വേനൽക്കാലം ആവില്ലേ. അപ്പൊ ആ ഒരു ടൈമിൽ എന്താണ് ഈ നമ്മുടെ ജെറ്റ് പ്രവാഹങ്ങൾ അവിടെ നിന്ന് പിൻവാങ്ങും. ഓക്കെ, പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങൾ ഇന്ത്യൻ ഭാഗത്ത് നിന്ന് പിൻവാങ്ങുന്നത് ഈ ജൂലൈ മധ്യത്തോടെയാണ്. അതുപോലെ തന്നെ അന്തർ ഉഷ്ണമേഖലാ സംക്രമണ മേഖല അല്ലെങ്കിൽ ITCZ വടക്കോട്ടുള്ള മാറ്റവും ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നുള്ള ജെറ്റ് പ്രവാഹങ്ങളുടെ പിന്മാറ്റവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലാവേണ്ടത്. കുഴപ്പമില്ല, വായിക്കും. നീ ഒന്നുകൂടെ വായിച്ചായിരുന്നു. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. ഇനി ITCZ എന്നത് ഒരു ന്യൂനമർദ്ദ മേഖലയായതിനാൽ വിവിധ ദിശകളിൽ നിന്നുള്ള കാറ്റുകളെ ആകർഷിക്കുന്നു. അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നുള്ള ഉഷ്ണമേഖലാ സമുദ്രവായു സഞ്ചയം ഭൂമധ്യരേഖ കടക്കുന്നതോടെ തെക്ക് പടിഞ്ഞാറൻ കാറ്റായി ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു. ഓക്കെ, അപ്പൊ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നുള്ള ഉഷ്ണമേഖലാ സമുദ്രവായു സഞ്ചയം ഭൂമധ്യരേഖ കടക്കുന്നതോടെ തെക്ക് പടിഞ്ഞാറൻ കാറ്റായി ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നു. ആർദ്രതയാർന്ന ഈ വായു പ്രവാഹം അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നാണ്. മനസ്സിലായില്ലേ ചേച്ചി? നമ്മള് സൂര്യൻ വടക്കോട്ട് പോകുമ്പോ അവിടെ വേനലായില്ലേ, അപ്പൊ അവിടെ ചൂട് കൂടുമ്പോ എന്താണ് അവിടുത്തെ വായു എല്ലാം ഉയർന്ന് മേലേക്ക് പോയി. അപ്പോ എന്താണ് നമ്മള് തെക്ക് ഭാഗത്തു നിന്നായിരിക്കും തെക്ക് ഭാഗത്ത് ന്യൂനമർദ്ദമാണ്. അവിടെ സോറി തെക്ക് ഭാഗത്ത് ഉച്ചമർദ്ദമാണ്. അതുപോലെ തന്നെ വടക്ക് ഭാഗത്ത് അവിടെ വേനലായ കാരണം അവിടുത്തെ കാറ്റെല്ലാം ചൂടായിട്ട് മേലേക്ക് പോകും. അപ്പൊ അവിടെ ന്യൂനമർദ്ദമാവും. അപ്പൊ ഈ ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദമായിട്ട് എവിടേക്ക് വീശും? ആ വടക്ക് ഭാഗത്തേക്ക് വീശും. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വീശും. അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. ഇനി ആർദ്രതയാർന്ന ഈ വായു പ്രവാഹം അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നാണ്. ഇനി ജെറ്റ് പ്രവാഹവും ഉന്നതതല വായു ചംക്രമണവും വായുമർദ്ദവും കാറ്റുകളും രൂപപ്പെടുന്ന ഒരേ ഒരു അന്തരീക്ഷ മേഖലയാണ് ട്രോപ്പോസ്ഫിയർ. ഓക്കെ, വായുമർദ്ദവും കാറ്റുകളും രൂപപ്പെടുന്ന ഒരേ ഒരു അന്തരീക്ഷ മേഖലയാണ് ട്രോപ്പോസ്ഫിയർ. ഉപദ്വീപിന്റെ തെക്ക് ഭാഗത്തുകൂടെ സഞ്ചരിക്കുന്ന കിഴക്കൻ ജെറ്റ് പ്രവാഹത്തിന് ജൂൺ മാസങ്ങളിലുള്ള ഏകദേശ വേഗത മണിക്കൂറിൽ 90 കിലോമീറ്റർ ആണ്. ഈ ഒരു പോയിന്റ് കൂടെ കഴിഞ്ഞിട്ട് നിർത്താം അല്ലെ. അപ്പൊ ഉപദ്വീപിന്റെ തെക്ക് ഭാഗത്തുകൂടെ സഞ്ചരിക്കുന്ന കിഴക്കൻ ജെറ്റ് പ്രവാഹത്തിന്
ജൂൺ മാസങ്ങളിലുള്ള ഏകദേശ വേഗത മണിക്കൂറിൽ 90 കിലോമീറ്റർ ആണ്. ഇത്തരം ജെറ്റ് പ്രവാഹങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ 15 ഡിഗ്രി വടക്കും സെപ്റ്റംബർ മാസത്തിൽ 22 ഡിഗ്രി വടക്കും അക്ഷാംശത്തിന് മുകളിലായി സഞ്ചരിക്കുന്നു. സാധാരണയായി കിഴക്കൻ കാറ്റുകൾ അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗത്ത് 30 ഡിഗ്രി വടക്ക് അക്ഷാംശത്തിനപ്പുറം വ്യാപിക്കില്ല. വ്യാപിക്കില്ല. നമുക്ക് അറിയാനുള്ള ഇതേ ഉള്ളൂ ആ ട്രോപ്പോസ്ഫിയറിന്റെ കാര്യം. ഈ വായുമർദ്ദവും കാറ്റുകളും ഉള്ളത് ട്രോപ്പോസ്ഫിയറിൽ, ഒരേ ഒരു അന്തരീക്ഷ മേഖല ട്രോപ്പോസ്ഫിയറിൽ. ഈ കിഴക്കൻ ജെറ്റ് പ്രവാഹങ്ങളും ഉഷ്ണമേഖലാ ചക്രവാതം ഇത് ആരെങ്കിലും അറിയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ. നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്ന കാരണം ഒരു ഐഡിയ കിട്ടുന്നില്ല. താഴെ നേരത്തെ വന്നിരുന്നത് ലക്ഷ്യയുടെ സാറാണ് ജോഗ്രഫി പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ലിങ്ക് ഇട്ട് കൊടുത്തു. പക്ഷെ സാറിന് സൈഡിൽ ചാറ്റിന് പറ്റുന്നില്ലെന്ന് തോന്നുന്നു, പറയാതെ പോയത്. എല്ലാം കയറിയതാണ്. അങ്ങനെ ചോദിച്ചിടയ്ക്ക് നമുക്കൊരു ഡൗട്ട് വന്നപ്പോ പറയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്നവർക്ക് മേളിൽ കയറാൻ പറ്റൂലല്ലോ. ഇല്ല 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 ഇല്ല, അതുകൊണ്ടാ മിണ്ടാതെ പോയത്, അല്ലെ പറഞ്ഞു തന്നെ. അപ്പൊ ഈ കിഴക്കൻ ജെറ്റ് പ്രവാഹങ്ങളും ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും ആണുള്ള ഒരു നോക്കാം. ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഈ കിഴക്കൻ ജെറ്റ് പ്രവാഹങ്ങളാണ്. ഓക്കെ, അപ്പൊ ഉഷ്ണമേഖല ന്യൂനമർദ്ദങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് കിഴക്കൻ ജെറ്റ് പ്രവാഹങ്ങളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺസൂൺ മഴയുടെ വിതരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നത് ഈ ഉഷ്ണമേഖല ന്യൂനമർദ്ദങ്ങളാണ്. അതുപോലെ തന്നെ ഇവയുടെ സഞ്ചാരപഥത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് ഇതുവരെ ഉള്ളത്. ഇനി എന്താ ITCZ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ വായിച്ചാൽ നിർത്ത്. അത് കഴിഞ്ഞല്ലോ അല്ലെ? അത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യയിലെ കാലാവസ്ഥാ മേഖലയൊക്കെയാണ് കിടക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്. എല്ലാരും പോയോ? ഞങ്ങളൊന്നും കേട്ട് മതിയായി. എടുക്കുന്ന ആൾക്കൊന്നും അറിയില്ല. അവസാനം വന്നിട്ട് എന്തൊക്കെ അടിച്ചു വിടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ITCZ ആദ്യം നോക്കണായിരുന്നു നമ്മള്. ഒത്തിരി വലിയ ജസ്റ്റ് കുറെ സംഭവങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സംശയം നോക്കി വളരെ കുറച്ച് പോയിന്റ് ഒക്കെ ഉള്ളു അല്ലേ? അതാണ് അറിഞ്ഞിരിക്കാനുള്ള പോയിന്റ്സ്. എന്തുകൊണ്ട് നമ്മൾ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് എന്നറിയാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അത്രേ ഉള്ളൂ ഇതിൽ. അപ്പൊ എന്താണ് നമ്മുടെ ITCZ അല്ലെങ്കിൽ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജന്റ് സോൺ, അതെന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഒരു ന്യൂനമർദ്ദ മേഖലയാണ് എന്ത്? ITCZ. ഓക്കെ, ഇവിടെ എന്താണ്? വായു മുകളിലേക്ക് ഉയരുന്നു. ജൂലൈ മാസത്തിൽ ITCZ സ്ഥാനം 25 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശത്ത് ഗംഗാ സമതലത്തിന് മുകളിലായിട്ടാണ്. ഇത് മൺസൂൺ തടം എന്നറിയപ്പെടുന്നു. അപ്പൊ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വാണിജ്യവാദങ്ങള് അല്ലെ? ഏതൊക്കെയാണ് വാണിജ്യവാദങ്ങള്? റോറിംഗ് ഫോർട്ടീസ് അതൊക്കെയല്ലേ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? അതല്ലേ വാണിജ്യവാദങ്ങള്? ആണോ? അല്ലേ, അതല്ലേ വാണിജ്യവാദങ്ങള്? മറ്റേതൊക്കെ എന്തുവാ? ട്രേഡ് വിൻസ് എന്ന് പറഞ്ഞാൽ അതിനല്ലേ?
അതെ അതെ, അങ്ങനെയാണ് ഓർക്കുന്നത്. അപ്പൊ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വാണിജ്യപാതങ്ങൾ കൂടിച്ചേരുന്ന ഒരു ന്യൂനമർദ്ദ മേഖലയാണ് ITCZ. ഇവിടെ വായു മുകളിലേക്ക് ഉയരുന്നു. ഉം. അല്ലെങ്കിൽ സൂര്യൻ ഭൂമധ്യരേഖയിൽ ഇങ്ങനെ തട്ടുന്ന സമയത്ത് അവിടുത്തെ വായു മുകളിലേക്ക് ഉയർന്നു പോകുമല്ലോ. ഇവിടെ വായു മുകളിലേക്ക് ഉയരുന്നു. ജൂലൈ മാസങ്ങളിൽ ITCZ സ്ഥാനം 25 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശത്ത് ഗംഗാ സമതലത്തിന് മുകളിലായിട്ടാണ്. ഇത് മൺസൂൺ തടം എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി ഈ മൺസൂൺ തടം വടക്ക് അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ താപീയ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് ഇവിടുത്തെ വായു മുകളിലേക്ക് ഉയർന്നു പോകുന്നു എന്ന് പറഞ്ഞില്ലേ. വായു മേലേക്ക് ഉയർന്നു പോയി കഴിയുമ്പോൾ എന്താവും? അവിടെ ന്യൂനമർദ്ദം ആവില്ലേ? അല്ലേ? അതെ അതെ. അപ്പോ ഈ മൺസൂൺ തടം വടക്ക് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ താപീയ ന്യൂനമർദ്ദ മേഖല രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഇനി ITCZ സ്ഥാനമാറ്റത്തോടെ ദക്ഷിണാർദ്ധഗോളത്തിലെ വാണിജ്യപാതങ്ങൾ കോറിയോലിസ് ബലം മൂലം 40 to 60 പൂർവ്വരേഖാംശങ്ങൾക്കിടയിൽ ഭൂമധ്യരേഖ മറികടന്ന് തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്ക് ദിശയിൽ വീശുന്നു. ഇവയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാകുന്നത്. ഓക്കെ, ശൈത്യകാലത്ത് ITCZ തെക്ക് ഭാഗത്തേക്ക് മാറുന്നു. ഓക്കെ, അപ്പൊ വേനൽക്കാലം ആവുമ്പോ നമ്മളുടെ ITCZ ഏത് ഭാഗത്തേക്ക് പോവും? വടക്കോട്ടും പോവും. ശൈത്യകാലം ആവുമ്പോ ഈ ITCZ ഏത് ഭാഗത്തേക്ക് വരും? തെക്കോട്ടും വരും, താഴത്തേക്ക് വരും. ഓക്കെ, ഭൂമധ്യരേഖയിൽ നിന്ന് താഴത്തേക്ക് വരും. മനസ്സിലായ? ഈ ITCZ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കുന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. വേനൽക്കാലം ആവുമ്പോ വടക്കോട്ട് പോവും, ശൈത്യകാലം ആവുമ്പോ തെക്കോട്ട് വരും. അപ്പൊ ശൈത്യകാലത്ത് ITCZ തെക്ക് ഭാഗത്തേക്ക് മാറുന്നു. തൽഫലമായി കാറ്റിന്റെ ദിശ വിപരീതമായി വടക്ക് കിഴക്ക് നിന്നും തെക്ക് പടിഞ്ഞാറായിട്ട് മാറുന്നു. അവയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ITCZ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനി ഇന്ത്യയിലെ കാലാവസ്ഥാ മേഖലകൾ അത് വായിക്കാലോ അല്ലെ? വായിക്കുന്നു. ഓക്കെ, ഇന്ത്യയിൽ പൊതുവായി കാണപ്പെടുന്ന കാലാവസ്ഥയാണ് മൺസൂൺ കാലാവസ്ഥ. ഓക്കെ, ഇനിയുള്ള നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇന്ത്യയിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന കാലാവസ്ഥയാണ് മൺസൂൺ കാലാവസ്ഥ. വിവിധ കാലാവസ്ഥ ഘടകങ്ങളുടെ സമന്വയം പ്രാദേശിക തലത്തിൽ കാലാവസ്ഥയിൽ ധാരാളം വ്യത്യാസങ്ങൾ വരുത്തുന്നു. പ്രാദേശികമായ കാലാവസ്ഥ വ്യത്യാസങ്ങളാണ് മൺസൂൺ കാലാവസ്ഥയുടെ ഉപവിഭാഗങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത്. ഇതിനനുസരിച്ചാണ് കാലാവസ്ഥ മേഖലകൾ നിർണയിക്കുന്നത്. സമാന സ്വഭാവ സവിശേഷതയുള്ള കാലാവസ്ഥാ മേഖലകൾ രൂപപ്പെടുന്നത് വിവിധ കാലാവസ്ഥ ഘടകങ്ങളുടെ കൂടിച്ചേരൽ മൂലമാണ്. ഓക്കെ, അപ്പൊ സമാന സ്വഭാവ സവിശേഷതയുള്ള കാലാവസ്ഥ മേഖലകൾ രൂപപ്പെടുന്നതിന് കാരണം എന്താണ്? വിവിധ കാലാവസ്ഥ ഘടകങ്ങളുടെ കൂടിച്ചേരൽ മൂലമാണ്. ഇനി കാലാവസ്ഥ വർഗീകരണ മാതൃകകളിൽ നിർണായകമായി പരിഗണിക്കുന്ന 2 ഘടകങ്ങൾ ഒന്ന് അന്തരീക്ഷ മർദ്ദവും മഴയുടെ ലഭ്യതയുമാണ്. ഓക്കെ, കാലാവസ്ഥ വർഗീകരണം ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. പലതരം കാലാവസ്ഥ വർഗീകരണ മാതൃകകൾ നിലവിലുണ്ട്. അതിൽ ഒന്നാണ് കെപ്പന്റെ കാലാവസ്ഥ വർഗീകരണ മാതൃക. ഓക്കെ, കെപ്പന്റെ കാലാവസ്ഥ വർഗീകരണ മാതൃക ഇതിനൊരു ഉദാഹരണമാണ്. ഇത് പ്രകാരം ഇന്ത്യയുടെ കാലാവസ്ഥാ മേഖലകൾ താഴെ പറയുന്നവയാണ്. ഓക്കെ, അപ്പൊ കെപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലാവസ്ഥ വർഗീകരണത്തിന്റെ
എന്താ പറയാ വ്യക്തിയാണ്. അപ്പൊ ആളുടെ ആ മാതൃക പ്രകാരം ഇന്ത്യയിലെ കാലാവസ്ഥകൾ എന്തൊക്കെയായിട്ട് തിരിച്ചിട്ടുണ്ട്? ഒന്ന് ഉഷ്ണമേഖലാ കാലാവസ്ഥ എന്നും, രണ്ട് വരണ്ട കാലാവസ്ഥ എന്നും, മൂന്ന് ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥ എന്നും, ശീതമിതോഷ്ണ കാലാവസ്ഥ എന്നും, ഹിമാവൃത കാലാവസ്ഥ എന്നും. ഓക്കെ, അപ്പൊ കെപ്പന്റെ മാതൃക പ്രകാരമുള്ള ഇന്ത്യയിലെ കാലാവസ്ഥകൾ 5 5 ഓക്കെ, അപ്പൊ അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യയിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? മൺസൂൺ. മൺസൂൺ കാലാവസ്ഥയാണ്. അതേപോലെ തന്നെ വിവിധ കാലാവസ്ഥ ഘടകങ്ങളുടെ സമന്വയം പ്രാദേശിക തലത്തിൽ കാലാവസ്ഥയിൽ ധാരാളം വ്യത്യാസങ്ങൾ വരുത്തുന്നു. അതുപോലെ തന്നെ പ്രാദേശികമായ കാലാവസ്ഥ വ്യത്യാസങ്ങളാണ് മൺസൂൺ കാലാവസ്ഥയുടെ ഉപവിഭാഗങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത്. ഇതനുസരിച്ചാണ് കാലാവസ്ഥ മേഖലകൾ നിർണയിക്കുന്നത്. ഓക്കെ, ഓക്കെ. സമാന സ്വഭാവ സവിശേഷതയുള്ള കാലാവസ്ഥ മേഖലകളിൽ രൂപപ്പെടുന്നത് നമ്മുടെ എന്താണ്? വിവിധ കാലാവസ്ഥ ഘടകങ്ങളുടെ കൂടിച്ചേരൽ മൂലമാണ്. ഇനി ഏതൊക്കെയാണ് ഇതില് എന്താ കാലാവസ്ഥ വർഗീകരണത്തിന്റെ മാതൃകയിലുള്ള ഘടകങ്ങള്? അത് അന്തരീക്ഷ മർദ്ദവും മഴയുടെ ലഭ്യതയുമാണ്. ഓക്കെ, അതുപോലെ തന്നെ കാലാവസ്ഥ വർഗീകരണം എന്ന് പറഞ്ഞ ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. പലതരം കാലാവസ്ഥ വർഗീകരണ മാതൃകകൾ നിലവിലുണ്ട്. അതിൽ ഒരെണ്ണമാണ് കെപ്പൻ എന്ന് പറഞ്ഞ ഒരാളുടെ വർഗീകരണ മാതൃക. അത് പ്രകാരം കെപ്പന്റെ കാലാവസ്ഥ വർഗീകരണ മാതൃക പ്രകാരം ഇന്ത്യയുടെ കാലാവസ്ഥ മേഖലകൾ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 5 തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കെപ്പന്റെ മാതൃക പ്രകാരം ഇന്ത്യയിലെ കാലാവസ്ഥയെ 5 തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ കെപ്പന്റെ കാലാവസ്ഥ മാതൃക തയ്യാറാക്കപ്പെട്ടത് പ്രതിമാസ ഊഷ്മാവിന്റെയും മഴ ലഭ്യതയുടെയും അളവിനെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ, അപ്പൊ കെപ്പൻ നമ്മളുടെ കാലാവസ്ഥ മാതൃക തയ്യാറാക്കിയിട്ടുള്ള എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രതിമാസം ഉള്ള ഊഷ്മാവിന്റെയും മഴ ലഭ്യതയുടെയും അളവിനെ അടിസ്ഥാനമാക്കിയാണ്. കെപ്പൻ 5 പ്രധാന കാലാവസ്ഥ ഉപവിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഉഷ്ണമേഖലാ കാലാവസ്ഥ. ഓക്കെ, ആദ്യം തന്നെ ഉഷ്ണമേഖലാ കാലാവസ്ഥ അതെന്താന്ന് നോക്കാം. ശരാശരി പ്രതിമാസ ഊഷ്മാവ് വർഷം മുഴുവൻ 18 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള പ്രദേശങ്ങളാണ് ഏത്? ഉഷ്ണമേഖലാ കാലാവസ്ഥ. ഓക്കെ, അപ്പൊ എത്ര ഡിഗ്രിയിൽ കൂടുതൽ ചൂടുള്ള പ്രദേശങ്ങളാണ് ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ വരിക? 18. അതെ, 18 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ. ഓക്കെ, അപ്പൊ ശരാശരി പ്രതിമാസം കേട്ടോ, ശരാശരി പ്രതിമാസ ഊഷ്മാവ് വർഷം മുഴുവൻ 18 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ അത് ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ വരുമെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? കെപ്പൻ. ഓക്കെ, കെപ്പൻ. ഇനി വരണ്ട കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താപനിലയേക്കാളും മഴ ലഭ്യത കുറവായതിനാൽ വരൾച്ച അനുഭവപ്പെടുന്നു. വരണ്ട അവസ്ഥ കുറവാണെങ്കിൽ അർദ്ധമരുഭൂമി എന്നും, അർദ്ധമരുഭൂമി അല്ലെങ്കിൽ സെമി അരിഡ് അല്ലെ. അതുപോലെ തന്നെ കാലാവസ്ഥയും മരുഭൂമി കാലാവസ്ഥയും, വരൾച്ച കൂടുതലാണെങ്കിൽ മരുഭൂമി കാലാവസ്ഥയുമായിരിക്കും. അരിഡ് ആൻഡ് സെമി അരിഡ് അല്ലെ. വരണ്ട അവസ്ഥ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി അരിഡും, വരണ്ട അവസ്ഥ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിഡും ആയിരിക്കും അല്ലെ. അടുത്തത് മിതോഷ്ണ കാലാവസ്ഥ, വാം ടെമ്പറേറ്റ് ക്ലൈമറ്റ്. ശൈത്യമേറിയ മാസത്തിൽ ശരാശരി ഊഷ്മാവ് 18 ഡിഗ്രി സെൽഷ്യസിനും -3 ആണോ? -3 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലാണെങ്കിൽ അതിനെ ഉഷ്ണ മിതോഷ്ണ കാലാവസ്ഥ എന്ന് പറയുന്നു അല്ലെ. ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥ. അപ്പൊ എത്രയാണ്? ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥയിലാണെങ്കിൽ എത്രയാണ്? 18 ഡിഗ്രി സെൽഷ്യസിനും -3 ഡിഗ്രി സെൽഷ്യസിന്റെ ഇടയിലാണ് ഉഷ്ണമിതോഷ്ണം. എന്നാൽ ശീതമിതോഷ്ണം ആണെങ്കിൽ കേട്ടോ, അടുത്തത് ശീതമിതോഷ്ണ കാലാവസ്ഥയാണ്. ഉഷ്ണമേറിയ മാസങ്ങളിലെ ശരാശരി താപനില 10 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലും
ശൈത്യമേറിയ മാസങ്ങളിലെ ശരാശരി താപനില -3 സെൽഷ്യസിൽ കുറവും ആയിരിക്കും. ഓക്കെ, അതാണ് ശീതമിതോഷ്ണം. 10 ഡിഗ്രിക്കും -3 ഡിഗ്രിക്കും അല്ലെ, അതാണെങ്കിൽ ശീതമിതോഷ്ണമാണ്. ഉം. എന്നാലും 18നും -3 ആണെങ്കിൽ ഏതാണ്? ഉഷ്ണമിതോഷ്ണമാണ്. 18ൽ കൂടുതലാണെങ്കിൽ ഏതാണ്? കൂടുതലാകുമ്പോ ഉഷ്ണമേഖല കാലാവസ്ഥ. ഉഷ്ണമേഖലയാണ്. ഓക്കെ, ഉം. ഇനി അടുത്തത് ഹിമവൃത കാലാവസ്ഥ. ഉഷ്ണമേറിയ മാസങ്ങളിലെ ശരാശരി താപനില 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കും. അതാണ് ഹിമവൃത കാലാവസ്ഥ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 5ആയിട്ടാണ് നമ്മുടെ ആര് തിരിച്ചിട്ടുള്ളത്? ഈ കെപ്പൻ. കെപ്പൻ. ഓക്കെ, കെപ്പൻ. ഓക്കെ, ഇല്ലത്. ഉം. ഇനി കാലാവസ്ഥ വിഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതിനായിട്ട് കെപ്പൻ ഉപയോഗപ്പെടുത്തിയത് അക്ഷര ചിഹ്നങ്ങളാണ്. ഓക്കെ. ഓരോ കാലാവസ്ഥാ വിഭാഗവും മഴ ലഭ്യതയുടെയും അന്തരീക്ഷ താപനിലയിലെയും വ്യത്യാസങ്ങൾ അടിസ്ഥാനമാക്കി വീണ്ടും ഉപവിഭാഗങ്ങളായി തിരിച്ചു. അർദ്ധമരുഭൂമി അല്ലെങ്കിൽ സെമി അരിഡ് കാലാവസ്ഥയ്ക്ക് അദ്ദേഹം എസ് എന്നും മരുഭൂമി കാലാവസ്ഥയ്ക്ക് ഡബ്ല്യു എന്നീ അക്ഷരങ്ങളും ഉപവിഭാഗങ്ങൾ വിശദമാക്കുന്നതിന് ചെറിയ അക്ഷരങ്ങളും ഉപയോഗിച്ചു. ഓക്കെ, അപ്പൊ സെമി അരിഡ് ആണെങ്കിൽ എസ്, മരുഭൂമി ആണെങ്കിൽ എന്താണ്? ഡബ്ല്യു. ഡബ്ല്യു. അതുപോലെ തന്നെ എന്നീ അക്ഷരങ്ങളും ഉപവിഭാഗങ്ങൾ വിശദമാക്കുന്നതിന് ചെറിയ അക്ഷരങ്ങളും ഉപയോഗിച്ചു. അതിലെ ഉപവിഭാഗങ്ങളാണ് ഒന്ന് എഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പര്യാപ്തമായ അളവിൽ മഴ ലഭിക്കുന്നു. പര്യാപ്തമായ അളവിൽ മഴ ലഭിക്കുകയാണെങ്കിൽ എഫ്, സ്മോൾ ലെറ്റർ എഫ്. സ്മോൾ ലെറ്റർ എം ആണെങ്കിൽ വരണ്ട മൺസൂൺ കാലാവസ്ഥയായിട്ടും മഴക്കാടുകൾ ഉള്ളവ, അതാണ് എം. ഇനി ജി ആണെങ്കിൽ ഗംഗാ സമതലം, അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ജി ഗംഗാ സമതലം. എച്ച് ആണെങ്കിൽ വരണ്ട ശീതതലം, എച്ച് വരണ്ട ശീതതലം. സി ആണെങ്കിൽ 4 മാസത്തിൽ കുറഞ്ഞ കാലയളവിൽ ശരാശരി ഊഷ്മാവ് 10 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ, അതാണ് സി, സ്മോൾ ലെറ്റർ സി. ഡബ്ല്യു ആണെങ്കിൽ വരണ്ടതും ചൂട് കൂടിയതും. ഇപ്രകാരം ഇന്ത്യയെ 8 കാലാവസ്ഥാ മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ. കെപ്പന്റെ മാതൃക ചോദിക്കാൻ കെപ്പന്റെ മാതൃക. ഉം. പാർട്ടിസിപ്പൻസ് 3ആയില്ല, അതോടെ വായിക്കും. ഇമ്പോർട്ടന്റ് ആണ്. കെപ്പൻ അവിടെ വായിക്കാല്ലേ. അവിടെ കഴിയുമ്പോൾ തീരുവല്ലേ. ഓക്കെ, അപ്പോ AMW എന്ന് വെച്ചാൽ പ്രസന്നമായ വരണ്ട കാലത്തോടു കൂടിയ മൺസൂൺ കാലാവസ്ഥ. അപ്പോ AMW പറഞ്ഞ 3 വരും അല്ലേ. പ്രസന്നമായ പറയുമ്പോ എം പറയുമ്പോ എന്താണ്? എന്തായിരുന്നു? വരണ്ട, വരണ്ട. മൺസൂൺ ഡബ്ല്യു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വരണ്ടതും ചൂട് കൂടിയതും. വരണ്ട മൺസൂൺ ആണ് എം ഉദ്ദേശിക്കുന്നത്. ഡബ്ല്യു ആണെങ്കിൽ വരണ്ടതും ചൂട് കൂടിയതും. അപ്പൊ AMW പറഞ്ഞാല് പ്രസന്നമായ വരണ്ട കാലത്തോടു കൂടിയ മൺസൂൺ കാലാവസ്ഥ. അത് പറഞ്ഞാൽ ഗോവയ്ക്ക് തെക്കുള്ള ഇന്ത്യയുടെ പശ്ചിമതീരം, ഗോവയ്ക്ക് തെക്കുള്ള ഇന്ത്യയുടെ പശ്ചിമതീരം AMW ആണ്. AS എന്ന് വെച്ചാൽ വരണ്ട വേനലോടുകൂടിയ മൺസൂൺ കാലം. തമിഴ്നാടിന്റെ കോറമണ്ടൽ തീരമൊക്കെയാണ് AS ആണ്. ഇനി AW പറഞ്ഞ ഉഷ്ണമേഖല സാവന്ന, അത് ദക്ഷിണായന രേഖയ്ക്ക് തെക്കുള്ള ഉപദ്വീപീയ പീഠഭൂമിയുടെ മിക്കവാറും ഭാഗങ്ങളാണ്. AW ദക്ഷിണായന രേഖയ്ക്ക് തെക്കുള്ള ഉപദ്വീപീയ പീഠഭൂമിയുടെ മിക്കവാറും ഭാഗങ്ങളും ഉഷ്ണമേഖല സാവന്നയാണ്. എന്താണ് BSHW അല്ലെ. BSHW പറയുമ്പോൾ അർദ്ധമരുഭൂമി സ്റ്റെപ്പി കാലാവസ്ഥ.
അത് വടക്ക് പടിഞ്ഞാറൻ ഗുജറാത്ത്, പശ്ചിമ രാജസ്ഥാന്റെയും പഞ്ചാബിന്റെയും ചില ഭാഗങ്ങളാണ് അർദ്ധമരുഭൂമി സ്റ്റെപ്പി കാലാവസ്ഥ. എവിടേക്കാണ്? ഗുജറാത്ത്, പശ്ചിമ രാജസ്ഥാന്റെയും പഞ്ചാബിന്റെയും ചില ഭാഗങ്ങൾ. BWHW ഉഷ്ണമരുഭൂമി, അത് പശ്ചിമ രാജസ്ഥാനിലാണ്. പിന്നെ CWG വരണ്ട ശൈത്യകാലത്തോടു കൂടിയ മൺസൂൺ, വരണ്ട ശൈത്യകാലത്തോടു കൂടിയ മൺസൂൺ. G എന്ന് പറഞ്ഞപ്പോ തന്നെ അത് ഗംഗാ സമതലം വരും. ഗംഗാ സമതലം, പിന്നെ കിഴക്കൻ രാജസ്ഥാൻ, വടക്കൻ മധ്യപ്രദേശ്, വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ മിക്കവാറും ഭാഗങ്ങള്, ഇതെല്ലാം തന്നെ വരണ്ട ശൈത്യകാലത്തോടു കൂടിയ മൺസൂണാണ്. ഇനി DFC ചെറുവേനലോടുകൂടിയ തണുത്ത ആർദ്ര ശൈത്യകാലം, അരുണാചൽ പ്രദേശില്. F പറയുമ്പോ ധ്രുവീയ കാലാവസ്ഥ, അത് ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്. എഫ്. ഇതൊക്കെയാണ് കെപ്പന്റെ 8 മാതൃകകൾ. ഇത് എന്താണ്, ഉപവിഭാഗങ്ങൾ എന്നുള്ള വിഭാഗത്തിൽ വരുന്നതാണ് അല്ലെ. ഇനി കാലാവസ്ഥയെ കുറിച്ചുള്ള പഠനമാണ് മെറ്റീരിയോളജി. കാലാവസ്ഥാ ദിനം മാർച്ച് 23. മാർച്ച് 23. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംഘടനയാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, 1950, ജനീവ. ഇനി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിതമായ വർഷം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് 1875 കൽക്കട്ട. 1875 ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് രൂപീകൃതമായത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം മൗസം ഭവൻ, ന്യൂഡൽഹി. ഓക്കെ, ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം മൗസം ഭവൻ, ന്യൂഡൽഹി. ഇന്ത്യയിലെ കൃഷിയെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഓക്കെ, അതൊക്കെ ബേസിക് ആയിട്ടുള്ളത്. മൺസൂൺ എന്ന പദം ഋതുക്കൾ എന്നർത്ഥം വരുന്ന അറബി പദമായ മൗസിം എന്ന വാക്കിൽ നിന്ന് രൂപം കൊണ്ടതാണ്. പർവ്വതനിരകളുടെ സ്ഥാനവും മഴക്കാറുകളുടെ ദിശയുമാണ് ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ. പർവ്വതനിരകളുടെ സ്ഥാനവും മഴക്കാറുകളുടെ ദിശയുമാണ് ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ഇനി ഇന്ത്യൻ കാലാവസ്ഥയുടെ പ്രധാനപ്പെട്ട സവിശേഷത മാറി മാറി വരുന്ന ഋതുക്കളാണ്. ഋതുക്കളുടെ അവസാനമില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ്. അത് കഴിഞ്ഞു. ആർക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ വായിച്ചു തരും.